എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. വലിയ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ ഞാൻ ആളല്ല. എന്നേക്കാൾ ഒത്തിരി എനിക്ക് തോന്നുന്നു അനുഭവ സമ്പത്തും അല്ലെ, ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളും ബിസിനസ് പരമായിട്ടായാലും ഒത്തിരി എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്ന ആളുകളൊക്കെയാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അവരെയൊക്കെ സ്നേഹത്തോടെ ഞാനും സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ മെല്ലെ എൻ്റെ എക്സ്പീരിയൻസിലേക്ക് കടക്കുകയാണ്. തീർച്ചയായും ഇന്നത്തെ ഈ ഒരു ദിവസം തുടങ്ങിയത് പ്രാർത്ഥനയോടുകൂടി സൗദാ മാഡം പറഞ്ഞതുപോലെ നമ്മൾ കേൾക്കേണ്ടതും കാണേണ്ടതും ഒക്കെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമ്മൾ കേട്ടിരിക്കുന്നത് അല്ലെ. എന്നെ സംബന്ധിച്ചു അങ്ങനെ തന്നെയാണ്. ഓരോ സമയത്തും ഓരോ രീതിയിലുള്ള പ്രാർത്ഥനകളാണ്. പക്ഷെ ശരിക്കും ആ ഒരു പ്രാർത്ഥന കേട്ട സമയത്ത് കുട്ടിക്കാലത്തിലേക്ക് കൊണ്ടുപോയി എന്ന് തന്നെ പറയാം. അപ്പൊ എന്നെ ഇന്നലെ സൗദാ മാഡം വിളിച്ചിട്ടുണ്ടായിരുന്നു. മാഡത്തിനെ എന്ത് പറഞ്ഞാണ് ഞാൻ വിളിക്കേണ്ടത് എന്ന് ചോദിച്ചു. കാരണം നമുക്ക് ഒരുപക്ഷെ കണ്ണൂർ ജില്ല, കോഴിക്കോട് ജില്ല, പക്ഷെ നമ്മളെല്ലാവരും ഒരു ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെയാണ് നമ്മളിപ്പം പരിചയപ്പെട്ടതും അല്ലെങ്കിൽ ഈ സൂം മീറ്റിങ്ങിൽ വരുന്നതും. അപ്പൊ മാഡം വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞത്, മാഡം എങ്ങനെ വിളിച്ചാലും ഞാൻ വരാം, കാരണം ഇവിടെ ഫോർമാലിറ്റി ഒന്നും ആവശ്യമില്ല, നമ്മളെല്ലാവരും ഒരേ ബിസിനസ്സാണ് ചെയ്യുന്നത്, ഒരേ കുടുംബത്തിലുള്ള അംഗങ്ങളാണ്. അപ്പൊ എന്റെ എക്സ്പീരിയൻസ് മാത്രമാണല്ലോ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ട് ഞാൻ നേടിയ നേട്ടങ്ങൾ എങ്ങനെയാണ്, എന്താണ് എന്നൊക്കെയല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്, വലിയ കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ ചെയ്യാനില്ല എന്നുള്ളതും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മാഡം വിളിച്ചു. മാഡം ഒരുപക്ഷെ എന്നേക്കാൾ ഒരുപാട് കഴിവും അറിവും ഒക്കെയുള്ള ആളാണ് സൗദാ മാഡം. വാർഡ് മെമ്പർ ആയിരിക്കുകയാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ സോണൽ ടീം കോർഡിനേറ്റർ ആണ്. മാഡത്തിനെ ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം എൻ്റെ നന്ദിയും അറിയിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും എന്നെ വളരെ മനോഹരമായി പരിചയപ്പെടുത്തി. പേര് സനില എന്നാണ്. കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്ത് ചിറ്റാരിപ്പറമ്പ് എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ്, 2 ആൺകുട്ടികളാണ്. ആൺകുട്ടികൾ ഒരാൾ +2 കഴിഞ്ഞ് ഇപ്പോൾ ഡിഗ്രി സ്റ്റാർട്ട് ചെയ്യുന്നു, മറ്റൊരാൾ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ്. അപ്പൊ ഇതാണ് എൻ്റെ ഫാമിലി. അച്ഛനും അമ്മയും ഉണ്ട്. ഹസ്ബൻഡിന്റെ ഫാമിലിയിലായാലും അമ്മയുണ്ട്, ഒരു സുഖമില്ലാത്തൊരു പെങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് പോകുന്നത്. വളരെ സാമ്പത്തികമായി വളരെ എന്താ പറയുന്നത്, പിന്നോക്കം നിൽക്കുന്ന ഒരു ഫാമിലിയിലുള്ള ഒരു അംഗമായിരുന്നു. ഈ ഒരു മഹത്തായ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നിട്ട് 8 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു ബിസിനസിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഏകദേശം അടുത്ത് നിൽക്കുന്ന ഒരു സമയത്താണ് എനിക്ക് ജോയിൻ ചെയ്യാൻ ഭാഗ്യം ലഭിച്ചത്. എൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരി സജന എന്ന് പറഞ്ഞ എൻ്റെ ഒരു കൂട്ടുകാരി മുഖാന്തരമാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് എത്താൻ എനിക്ക് ഭാഗ്യം ലഭിച്ചത്. ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദിയോടുകൂടി അവളെ സ്മരിക്കുകയാണ്. നിർഭാഗ്യവശാൽ അവർക്ക് ഈ ബിസിനസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾക്ക് അങ്ങനെയാണ്, ചിലപ്പം നമ്മളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കും, പക്ഷെ എത്തിക്കുന്ന ആൾക്ക് ഒരുപക്ഷെ ഈ ബിസിനസ് ചെയ്യാൻ ഭാഗ്യം ലഭിക്കണമെന്നില്ല. എനിക്ക് പണം ഉണ്ടാക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഞാൻ എന്തും ആത്മാർത്ഥമായി ചെയ്യാൻ തയ്യാറുള്ള ഒരു വ്യക്തിയായിരുന്നു. ടൈലറിങ് ആയിരുന്നു അതിനു മുന്നേ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ ജോലി ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഫാമിലി ആയതുകൊണ്ടും പല രീതിയിലും ഒരുപക്ഷെ പല സ്ഥലത്തു നിന്നും അവഗണിക്കപ്പെട്ടിട്ടുണ്ട്, കളിയാക്കലുകൾ ഉണ്ടായിട്ടുണ്ട്, മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപക്ഷെ കഷ്ടപ്പാടുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രമാത്രം കഷ്ടപ്പാടുകളിലൂടെ ആയിരുന്നു കുട്ടിക്കാലമായാലും. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഒരിക്കലും ഓർമ്മിക്കാൻ പറ്റാത്ത കുട്ടിക്കാലമായിരുന്നു എന്നെ സംബന്ധിച്ച്. എല്ലാവർക്കും കുട്ടിക്കാലം വളരെ മനോഹരമായതായിരിക്കും, അല്ലെങ്കിൽ ഓർക്കാൻ വളരെ ഇഷ്ടപ്പെടുന്നതായിരിക്കാം. കുട്ടിക്കാലം എല്ലാവർക്കും ഇഷ്ടമാണ്, അതിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ട്. പക്ഷെ ആ ഒരു ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലേക്ക് തിരിച്ചു പോകരുത് എന്നാണ് ഞാനും ചിന്തിക്കുന്നത്. അത്രമാത്രമാണ്. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല, കാരണം അതിന്റെ ആവശ്യം ഇവിടെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു വന്നു. പണം ഉണ്ടാക്കണം, പണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എവിടെയും സ്ഥാനമുള്ളൂ. അതാണ് ഒരുപക്ഷെ എൻ്റെ മുമ്പിലിരിക്കുന്ന അനുഭവ സമ്പത്തുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. സ്നേഹം മാത്രം കിട്ടിയിട്ട് കാര്യമില്ല അല്ലേ, നമുക്ക് പണം വേണം, അതും സ്വന്തം കയ്യിൽ പണം വേണം. മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റില്ല. ആശ്രയിച്ചിട്ട് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ പോലും മറ്റൊരാളുടെ പണത്തിന്റെ തണലിലാണ്, അല്ലെങ്കിൽ മറ്റൊരാളുടെ തണലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായും നമുക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്.
സത്യമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ കയ്യിലൊന്നും ഇല്ലെങ്കിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ആളുകൾ അവരെന്താണോ പറയുന്നത് അതിനനുസരിച്ച് നമ്മുടെ ജീവിതം മാറ്റിവെക്കേണ്ടി വരും. അത് ഫാമിലി ആയാലും ഇപ്പൊ നമ്മള് കുട്ടിക്കാലത്തൊക്കെ എന്താണ്, നമ്മുടെ അച്ഛനമ്മമാരാണ് നമ്മളെ വളർത്തുന്നത്. അപ്പൊ അച്ഛനമ്മമാർ പറയുന്നത് അനുസരിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? അപ്പം അതേപോലെ തന്നെ നമ്മൾ ഓരോ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ പണത്തിനെ മറ്റൊരാളെ ആശ്രയിക്കുന്ന അവര് പറയുന്നത് പോലെ അവരുടെ സമയം, അവരെന്താണോ പറയുന്നത്, നീ അത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അത് ചെയ്യരുത്, ഇത് ചെയ്തോ എന്ന് പറയുമ്പോൾ ഇത് ചെയ്യണം. ഇങ്ങനെ ഒരു യന്ത്രം പോലെയാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. അപ്പൊ സ്വന്തം കയ്യിൽ പണം ഉണ്ടെങ്കിൽ മറ്റൊരാളെ ആശ്രയിക്കാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. അത് ജീവിതത്തിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ എങ്കിലും പലർക്കും അങ്ങനെയുള്ള ഒരു അവസരം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പം പണത്തിന്റെ മൂല്യം എത്രയാണെന്ന് എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. 15 വയസ്സ് മുതൽ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ടൈലറിംഗ് മേഖലയാണ് എനിക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി. ആ സമയത്ത് അത് ഭംഗിയാക്കി ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ കയ്യിൽ എന്താണോ കിട്ടിയിരിക്കുന്നത്, ഏത് മേഖലയിലാണോ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്, ആ മേഖലയിൽ സക്സസ് ആവണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് നന്നായി പഠിക്കാനും ആത്മാർത്ഥമായി അത് ചെയ്യാനും നമ്മൾ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ആ ചെയ്യുന്ന മേഖലയിൽ സക്സസ് ആവുള്ളൂ. ഇപ്പൊ എന്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരും മൈ ലൈഫ് സ്റ്റൈൽ ചെയ്ത് വലിയ വിജയങ്ങൾ ആഗ്രഹിച്ച് അതിലേക്ക് എത്തിയ ആളുകളാണ്. ഒരുപക്ഷെ അവിചാരിതമായി എത്തിയിട്ടുണ്ടെങ്കിൽ പോലും അത് ചെയ്ത് വിജയിക്കണമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. പക്ഷെ അതിനു മുന്നേ നമ്മൾ പല മേഖലയിലും ജോലി ചെയ്തിട്ടുണ്ടാവും. ആ മേഖലയിൽ നിങ്ങൾ സക്സസ് ആണെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും, അതിനെക്കുറിച്ച് നന്നായി പഠിച്ചിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ആ മേഖലയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടാവുക. അതേപോലെ തന്നെ എൻ്റെ കാഴ്ചപ്പാട്, നമുക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി നന്നായിട്ട് ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ടൈലറിംഗ് മേഖലയിൽ നല്ല രീതിയിൽ ഞാൻ ജോലി ചെയ്തു. കാരണം എനിക്ക് പണം വേണമായിരുന്നു, അതിന് എത്ര റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറായിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് മോഡൽ എനിക്ക് കിട്ടിയാലും അത് കൃത്യമായി മനസ്സിലാക്കി പെട്ടെന്ന് ചെയ്ത് തീർക്കുക, പെട്ടെന്ന് പണം ഉണ്ടാക്കുക എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ അതിൽ ഭംഗിയായി ചെയ്തു. ഞാൻ ജോലി ചെയ്ത സ്ഥാപനങ്ങളിലൊക്കെ ഏറ്റവും ബെസ്റ്റ് പെർഫോമർ ആയിട്ട് എനിക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്വന്തമായിട്ട് ഒരു ടൈലറിംഗ് ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു അവസരം എൻ്റെ കൈകളിലേക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി പറഞ്ഞിട്ടാണെങ്കിൽ എൻ്റെ കടയിലേക്ക് 2 പേര്, ദൈവദൂതന്മാരായിട്ട് 2 പേര് കടന്നു വന്നു. അത് ഇന്നത്തെ ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ എന്നെ ഈ ബിസിനസ്സിൽ കൈപിടിച്ചുയർത്തിയ, ഞാൻ ദൈവത്തെ പോലെ കാണുന്ന എൻ്റെ ഗ്രേറ്റ് അപ്ലൈൻ ലീഡേഴ്സ് ആണ്. കോണ്ടിനെന്റൽ ടീം കോർഡിനേറ്റർ ശ്രീജി പാനൂർ സാറും ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ കബീർ സാറുമാണ് എന്നെ ഈ ബിസിനസ് പരിചയപ്പെടുത്തുന്നതും എന്നെ കൈപിടിച്ചു വരുത്തുന്നതും. നന്ദിയോടുകൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ അവരെ സ്മരിക്കുകയാണ്. അതേപോലെ തന്നെ ഞാൻ സൺ ഇന്റർനാഷണൽ ടീം എന്ന് പറഞ്ഞ ടീമിലാണ് വർക്ക് ചെയ്യുന്നത്. അതിലുള്ള ഗ്രേറ്റ് ലീഡേഴ്സ്, ഒരുപക്ഷെ ആ ഒരു ടീം എന്നെ ഒരു സഹോദരി, ഒരു കുഞ്ഞു പെങ്ങളായിട്ട് എന്നെ സ്വീകരിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഒരു ബിസിനസ്സിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആകാൻ സാധിച്ചിട്ടുള്ളത്. അത്രമാത്രം എൻ്റെ ലീഡേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്തു, എന്നെ സ്നേഹിച്ചു, എൻ്റെ കരുതലോടുകൂടി എന്നെ മുന്നോട്ട് നീക്കി എന്നുള്ളതാണ്. ഈ ഒരു അവസരത്തിൽ എല്ലാവർക്കും നന്ദിയോട് എല്ലാവരെയും സ്മരിക്കുകയാണ്. അപ്പം സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം ആയതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ വലിയ പണമൊന്നും ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. സത്യം പറഞ്ഞ ആ പ്രോഗ്രാമിൽ കൂടെ തന്നെ എനിക്ക് മൈ ലൈഫ് സ്റ്റൈലിന്റെ ആദ്യത്തെ അംഗീകാരം ലഭിച്ചു എന്നുള്ളതാണ്. ഒരു സാധാരണക്കാരി, വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ഇല്ലാതെ എവിടെ പോയാലും വലിയ രീതിയിലൊന്നും ആരും സ്വീകരിക്കാത്ത എനിക്ക് ആദ്യമായിട്ടുള്ള അംഗീകാരം കിട്ടിയത് മൈ ലൈഫ് സ്റ്റൈലിലെ ആദ്യത്തെ പ്രോഗ്രാമിലൂടെയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ചോദിക്കും, ഇതെന്താണ് ആദ്യത്തെ പ്രോഗ്രാമിൽ എന്ത് അംഗീകാരമാണ് നമുക്ക് കിട്ടേണ്ടത്? പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു പക്ഷെ നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാവാം, ചിലപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാനത് വളരെ എന്താ പറയേണ്ടത്, മനസ്സിൽ കൊടുത്തു എന്ന് തന്നെ പറയാം. എനിക്ക് ആദ്യം കിട്ടിയ അംഗീകാരം എന്താണ്? മാഡം എന്നുള്ള വിളിയാണ്. ഒരു പക്ഷെ ഒരു സാധാരണക്കാരിക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമായിരിക്കാം. എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് ആണ്. 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരു വ്യക്തിക്ക് അതുവരെ ഒരു മാഡം അല്ലെങ്കിൽ നമ്മൾ സാറ് എന്നൊന്നും നമ്മൾ എവിടെയും നമ്മളെ വിളിക്കില്ല. വിളിക്കണമെങ്കിൽ ഒരു സ്കൂൾ അല്ലെ അധ്യാപകനായിരിക്കണം, അല്ലെങ്കിൽ വലിയ പ്രൊഫഷണൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. പക്ഷെ എനിക്ക് ആദ്യം കിട്ടിയത് ആ ഒരു അംഗീകാരമാണ്. അത് ഞാൻ എന്നും ഞാൻ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷെ അത് എന്നെ വല്ലാത്ത രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ആ പ്രോഗ്രാം ഒരു 10-30 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ തലേന്ന് കണ്ടിട്ടുള്ള ആ ഒരു പരിചയം വെച്ച് മാത്രം എൻ്റെ കൂട്ടുകാരി പറഞ്ഞയച്ച 2 പേരെ ആ പരിചയം വെച്ച്
ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ പങ്കെടുക്കുന്നു, അവരെന്നെ സ്വീകരിക്കുന്നു, അവരെല്ലാവരും എന്നെ പരിചയപ്പെടുത്തുന്നു, ഇത് ഞങ്ങളുടെ പുതിയ ഗസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തുമ്പം അതായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടമായിട്ട് ഞാൻ കണ്ടത്. ഒരുപക്ഷെ അതായിരിക്കാം എന്നെ, അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ പ്രോഗ്രാമുകളും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഞാൻ ഈ ബിസിനസ് ചെയ്യാൻ പറ്റുന്നോ, ഈ ബിസിനസ്സിൽ ഞാൻ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും എന്നൊന്നും കരുതിയിട്ടില്ല. പക്ഷെ എനിക്ക് ആ പ്രോഗ്രാം സ്വാധീനം ചെലുത്തിയത് കൊണ്ട് എല്ലാ സൺഡേയും എൻ്റെ ജോലി, അന്ന് ജോലി ഉണ്ടാവില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് എല്ലാ സൺഡേയും ഞാൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യായിരുന്നു. അപ്പൊ മോട്ടിവേഷനിൽ തന്നെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. കാരണം എനിക്ക് പണം ഉണ്ടാക്കേണ്ടത് കൊണ്ട് തന്നെ എൻ്റെ കടയിലേക്ക് 2 വ്യക്തികൾ കടന്നു വന്ന് അവര് ബിസിനസിന്റെ പ്ലാന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എനിക്കത് എൻ്റെ മനസ്സിനുള്ളിൽ കടന്നിട്ടില്ല. പക്ഷേ ഒരു പോവാൻ നേരം പറഞ്ഞ ഒരേ ഒരു കാര്യം എന്നോട് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ: ഒരു സോപ്പ് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30 രൂപ ലാഭം കിട്ടും, ഉച്ച നേരത്തെ ഭക്ഷണത്തിനുള്ള ക്യാഷ് ആവും. അത് വലിയ രീതിയിൽ മോട്ടിവേറ്റ് ആയിരുന്നു. കാരണം പണം ഉണ്ടാക്കണമായിരുന്നു എനിക്ക്. സൈഡായിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെയാണ് എനിക്ക് ഈ ഒരു അവസരം കിട്ടിയത്. അതേ കാര്യമാണ് അവർ പറഞ്ഞത്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, ആളുകളോട് സംസാരിക്കാത്ത, ഷൈ ആയിട്ടുള്ള, മെലിഞ്ഞിട്ടുള്ള, കാരണം മെലിഞ്ഞ് നല്ല ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. എല്ലാവരും മെലിഞ്ഞത് കൊണ്ട് എല്ലാവരും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവർ പറയും, നീ എന്താ ഭക്ഷണം കഴിക്കാറില്ലേ, നിന്റെ ഹസ്ബൻഡ് നിനക്കൊന്നും ഭക്ഷണം കഴിക്കാൻ തരാറില്ലേ, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കളിയാക്കുന്നത് കൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള ഫംഗ്ഷനുകളിൽ പോകാറില്ലായിരുന്നു. എൻ്റെ ജോലി ആത്മാർത്ഥമായിട്ട് ഞാൻ ചെയ്യുമായിരുന്നു. അതായിരുന്നു എൻ്റെ ആറ്റിറ്റ്യൂഡ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സോപ്പ് വിറ്റ് കഴിഞ്ഞാൽ 30 രൂപ ലാഭം കിട്ടും എന്ന് പറഞ്ഞ സമയത്ത് പോലും ആ സോപ്പിന്റെ വില 30 രൂപയിൽ കൂടുതൽ ഉണ്ടാവും എന്ന് ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി പോലും എൻ്റെ മൈൻഡിൽ അന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ എത്ര പേരത് വിശ്വസിക്കും എന്ന് എനിക്കറിയില്ല. അതായിരുന്നു സത്യം. പക്ഷേ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു, മോട്ടിവേറ്റ് ആയി. അങ്ങനെ വീടിന് ലോൺ അടക്കാൻ വെച്ച ക്യാഷ് എടുത്തിട്ടാണ് ഞാൻ ആദ്യമായിട്ട് പ്രോഡക്റ്റിന് ക്യാഷ് കൊടുക്കുന്നത്. 2-3 ആഴ്ച കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ പ്രോഡക്റ്റ് കിട്ടിയത്. കാരണം ആ സമയത്ത് 8 വർഷം മുന്നേ എന്ന് പറയുമ്പോൾ മംഗലാപുരത്ത് പോയിട്ടായിരുന്നു പ്രോഡക്റ്റ് കൊണ്ടുവന്നിരുന്നത്. അങ്ങനെ ലീഡേഴ്സ് പൈസയൊക്കെ കൊടുത്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ കയ്യിലേക്ക് പ്രോഡക്റ്റ് കിട്ടുന്നത്. ഇന്നത്തെ സാഹചര്യം നമുക്കറിയാലോ അല്ലെ, നമ്മുടെ തൊട്ട് മുറ്റത്ത് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് പ്രോഡക്റ്റ് അവൈലബിൾ ആണ്, അന്നത്തെ പോലെയല്ല. അപ്പം അങ്ങനെ അത്രയും റിസ്ക് എടുത്ത് എനിക്ക് പ്രോഡക്റ്റ് കൊണ്ടുവന്നു. ആ മോട്ടിവേഷനിൽ ഞാൻ ഈ ബിസിനസ് ശക്തമായി വലിയ എന്തൊക്കെയോ ആവാം, എനിക്ക് വിജയിക്കാം എന്നൊക്കെ ചിന്തയിലാണ് ഞാൻ ഇറങ്ങുന്നത്. പക്ഷെ ആ പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴാണ് ഒരു യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കിയത്: ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ആളുകളോട് സംസാരിക്കാത്ത ആളാണ്. ഒരു പ്രോഡക്റ്റ് എടുത്ത്, സോപ്പ് തന്നെ എടുത്ത് നോക്കുമ്പോഴാണ് അതിന്റെ MRP ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ വില എന്ന് പറയുന്നത് 95 രൂപയായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, എന്നെ സംബന്ധിച്ച് ഏറ്റവും വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ എവിടെയുണ്ടോ, സോപ്പായാലും പേസ്റ്റ് ആയാലും ഡ്രസ്സായാലും ചെരുപ്പായാലും, എത്രത്തോളം വില കുറഞ്ഞ നല്ല സാധനങ്ങൾ കിട്ടുമോ എന്ന് തിരഞ്ഞ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. മാവേലി സ്റ്റോറിൽ പോയാൽ നമുക്കറിയാം ഓഫറിന് സോപ്പുകൾ കിട്ടും അല്ലേ, ഒരുപാട് 4 എണ്ണം എടുത്ത് കഴിഞ്ഞാൽ 1 ഫ്രീ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഓഫറുകൾ ഉണ്ടെങ്കിൽ അതാണ് ചൂസ് ചെയ്യുക. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പൊ ഈ 95 രൂപ എന്ന് പറയുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. സത്യം പറഞ്ഞ അതുവരെ ഞാൻ എന്തൊക്കെയോ ചെയ്യാം, ഈ ബിസിനസ്സിലൂടെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചിരുന്ന ഞാൻ ഈ സോപ്പിന്റെ വില കണ്ടപ്പോൾ തന്നെ ഫുള്ളി ഡൗൺ ആയി. കാരണം എനിക്കിത് പറ്റില്ല, ഞാൻ ഒരാളോട് സംസാരിക്കില്ല, കയറി സംസാരിക്കാത്ത ഒരാളാണ്. ഒന്നാമത് ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. ഈ ഒരു എന്താ പറയണ്ട, ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ആളുകളോടൊന്നും സംസാരിക്കാതെ പേടിയോടുകൂടി വളർന്ന ഒരു കുട്ടിക്കാലമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളോട് സംസാരിക്കാൻ പേടിയാണ്. 2-3 ആളുകൾ എൻ്റെ മുന്നിലൂടെ നടന്നു വരുമ്പോൾ പോലും തല താഴ്ത്തി പേടിച്ച് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പൊ ഞാൻ ചിന്തിച്ചെത്തില്ല, ഈശ്വര ഇതെങ്ങനെ ഞാൻ മാർക്കറ്റ് ചെയ്യും, ആരോട് പറയും, ആരോടും പറയാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഈ പ്രോഡക്റ്റ് തിരിച്ചു കൊടുക്കുക, എൻ്റെ ക്യാഷ് തിരിച്ചു വാങ്ങിക്കുക. അതായിരുന്നു എൻ്റെ ചിന്ത. ആ സ്പോട്ടിൽ തന്നെ ഞാൻ കോൾ ചെയ്തു. അതായത് വീട്ടിലെത്തിയിട്ടാണ് ഞാൻ ഈ സോപ്പും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. വീട്ടിലെത്തിയതിന് ശേഷം ഇത് കണ്ട് ആ സ്പോട്ടിൽ സാറിനെ വിളിച്ചു, കബീർ സാറിനെ ഞാൻ വിളിച്ചു. അപ്പൊ സാറിനോട് ഞാൻ പറഞ്ഞു, സാറേ ഞാൻ വിചാരിച്ചതുപോലത്തെ ബിസിനസ് അല്ല ഇത്, എനിക്കിത് ചെയ്യാൻ പറ്റില്ല. സാർ ഒന്ന് ഈ പ്രോഡക്റ്റ് എടുത്തിട്ട് എനിക്ക് ക്യാഷ് തിരിച്ചു തരണം, എന്നാൽ എൻ്റെ ലോൺ അടക്കാൻ പറ്റും എന്ന് ഞാൻ അദ്ദേഹത്തിനോട് യാഥാർത്ഥ്യം, ഒരുപക്ഷെ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു എന്ന് എനിക്കറിയില്ല, ഞാൻ എൻ്റെ ആ വന്ന വഴിയാണ് ഞാൻ പറയുന്നത്. അത് ഒരുപക്ഷെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിശദീകരിക്കുന്നത്. അപ്പൊ അദ്ദേഹം എന്നെ സമാധാനിപ്പിച്ചു.
ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടാവാം. ഈ പ്രോഡക്റ്റ് എനിക്ക് പറ്റില്ല, നിങ്ങൾ തിരിച്ചെടുത്തോളൂ എന്നൊക്കെ പറയുന്ന ആളുകൾ നിങ്ങൾക്ക്, നിങ്ങളും ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം ചിലപ്പോൾ. ഇല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ പലരും അങ്ങനെ പറയുന്ന ആളുകൾ നിങ്ങളുടെ കൂടെ കടന്നു വരാം. അപ്പൊ അങ്ങനെ പറഞ്ഞ സമയത്ത് കബീർ സാർ എന്നെ ആശ്വസിപ്പിച്ചത് ഇത്രയേ ഉള്ളൂ: സല്ല മേഡം, കുഴപ്പമില്ല, ഞാനത് എടുത്തോളാം, പക്ഷെ എനിക്ക് ഇന്ന് സമയമില്ല, ഞാൻ ചെറിയൊരു തിരക്കിലാണ്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത്, അവര് നല്ല ഇൻസൈഡൊക്കെ ആക്കിയിട്ടാണ് എന്റെ ഷോപ്പിലേക്കൊക്കെ വന്നത്. അപ്പൊ അവർക്ക് വലിയ ബിസിനസ് ആണ്, അവർ ഒരുപാട് തിരക്കുള്ള ആളാണ്. അപ്പൊ അവര് ഇന്ന് എടുക്കില്ല, പിന്നെ എടുക്കാം എന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. എല്ലാ ദിവസവും ഞാൻ വിളിക്കും, അപ്പൊ അവര് തിരക്കിലാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കി, സാധാരണയായിട്ട് നമുക്ക് ചിന്തിക്കുമല്ലോ, ഒരാഴ്ച കഴിഞ്ഞു ഇവർ പ്രൊഡക്റ്റ് എടുക്കാൻ വരുന്നില്ല. അപ്പൊ ഞാൻ നോർമലി ചിന്തിച്ചു, ഇവരിനി ഇത് എടുക്കാൻ പോകുന്നില്ല, ഇനി സോപ്പോ പേസ്റ്റോ എന്തൊക്കെയല്ലോ ഉണ്ട്, അതെന്തായാലും മരിക്കുന്നവരെ തേച്ച് കുളിക്കാം, ഇവരെ എടുക്കൂല എന്നുള്ളൊരു ചിന്ത എന്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. കാരണം ആ ക്യാഷ് കിട്ടുന്നത് വരെ കാത്തു നിന്ന് കഴിഞ്ഞാൽ എന്റെ ലോൺ അടക്കാൻ പറ്റില്ല എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റു രീതിയിൽ ഞാൻ റോൾ ചെയ്ത് എന്റെ ലോൺ അടച്ചു വീടിന്റെ. കാരണം ഇത് തിരിച്ചു കിട്ടൂലല്ലോ. ഇത് കട്ടിന്റെ ഉള്ളിലേക്ക് വെച്ചു. അദ്ദേഹത്തിനെ വിളിക്കുമ്പോൾ അദ്ദേഹം വരാം വരാം എന്നല്ലാതെ വേറൊന്നും പറയുന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ ജോലി തുടർന്നു. പക്ഷേ സൺഡേ ആവുമ്പം എനിക്ക് മനസ്സ് കേൾക്കില്ല. കാരണം സൺഡേയിൽ പ്രോഗ്രാം ഉണ്ട്. പ്രോഡക്റ്റ് അവിടെ നിന്നോട്ടെ, ഞാനത് മാർക്കറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല, ഞാൻ ബിസിനസ് ചെയ്യാനും പോകുന്നില്ല, പക്ഷെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം. അങ്ങനെ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് പ്രോഗ്രാം എവിടെയാണെന്ന് ചോദിച്ച് എല്ലാ സൺഡേകളിലും ഞാൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ തയ്യാറായി. അപ്പൊ നമുക്കറിയാലോ, പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മളെ ലീഡേഴ്സ് നമ്മളെ വെറുതെ വിടുവോ? ഇല്ല. അപ്പം അവർ കൃത്യമായി എന്നെ ഫോളോ അപ്പ് ചെയ്തു. എൻ്റെ കയ്യിലിരിക്കുന്ന പ്രോഡക്റ്റ് എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ളത് അവർ പറഞ്ഞു തന്നു. അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് ആദ്യമായിട്ട് ഹോം മീറ്റിംഗ് വെച്ചു. ഞാൻ അതും കൂടെ പറയാം. ആദ്യമായി ഹോം മീറ്റിംഗ് വെച്ച സമയത്ത് എൻ്റെ അമ്മയും എൻ്റെ ഫാമിലി കുറച്ച് പേരുണ്ടായിരുന്നു. അങ്ങനെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അവയർനെസ് കിട്ടി. അത്രയും പ്രോഗ്രാമും ഞാൻ അറ്റൻഡ് ചെയ്തു. പക്ഷെ ഞാൻ ഒരാൾക്ക് മാർക്കറ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല, ഞാൻ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. പക്ഷെ ഹോം മീറ്റിംഗ് വെച്ചതിന് ശേഷം വീട്ടില് സോപ്പും ഒക്കെ യൂസ് ചെയ്യാൻ തയ്യാറായി ഞാൻ. അതേപോലെ തന്നെ കുറച്ച് പേര് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചിട്ട്, എൻ്റെ കുടുംബശ്രീയിലുള്ള ആളുകളൊക്കെ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ആക്കിയത്, എന്നെ ഈ ബിസിനസ് ചെയ്യാൻ പ്രേരിപ്പിച്ചത്, എനിക്കൊരു തിരിച്ചറിവ് ഉണ്ടാക്കി തന്നത് എൻ്റെ അമ്മയാണ്. കാരണം മറ്റൊന്നുമല്ല, ആദ്യമായിട്ട് ഹോം മീറ്റിംഗ് വെച്ച സമയത്ത് എൻ്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പോലും അറിയാതെ, എൻ്റെ അമ്മ കൂലിപ്പണിക്കാരിയാണ്, അച്ഛനും കൂലിപ്പണിക്കാരനാണ്. എൻ്റെ അമ്മ ജോലിക്ക് പോകുന്ന സമയത്ത് ഞാൻ അറിയാതെ എൻ്റെ പ്രോഡക്റ്റും ചെറിയൊരു ബ്രൗഷറും ഉണ്ടായിരുന്നു, അത് അമ്മ എടുത്തു. അമ്മ ജോലിക്ക് പോകുന്ന സമയത്ത് കൊണ്ടുപോയി. അങ്ങനെ വൈകുന്നേരം വരുമ്പോൾ എനിക്ക് അമ്മ ക്യാഷ് കൊണ്ടു തന്നു. പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്ത് ക്യാഷ് കൊണ്ടു തന്നു. സത്യം പറഞ്ഞു, എന്നോട് പറഞ്ഞു, ഇതാ നിന്റെ പൈസയാണ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിലേക്ക് തരുമ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പൈസ? നിന്റെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്തിട്ടുള്ള പൈസയാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തരുമ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത, ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ? അത്ഭുതമായിരുന്നു, ഇതെങ്ങനെ നിങ്ങൾ മാർക്കറ്റ് ചെയ്തു? അമ്മ പറഞ്ഞു എത്രയേ ഉള്ളൂ, ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ജോലിയുടെ റെസ്റ്റ് സമയത്ത് അമ്മ എന്ത് ചെയ്തു, ഈ പ്രോഡക്റ്റ് എടുത്ത് പുറത്തു വെച്ചു. അവിടെ കുറെ മക്കളൊക്കെ ഉണ്ടായിരുന്നു. അവരോട് പറഞ്ഞു, മക്കളെ, നല്ല സാധനമാണ്, ഇതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തോളൂ, എനിക്ക് എഴുതാനും വായിക്കാനൊന്നും അറിയില്ല, നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തോ എന്ന് മാത്രമാണ് എൻ്റെ അമ്മ പറഞ്ഞത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ തല താഴ്ത്തിപ്പോയി. കാരണം അത്രയും പ്രോഗ്രാമുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടും അത്രയും ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടില്ല, അല്ലെ അത്രയും കോൺഫിഡൻസ് എനിക്ക് വന്നിട്ടില്ല ഒരാൾക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി. കാരണം എൻ്റെ ആ ഷൈ ആയിട്ടുള്ള മനോഭാവം ആയിരിക്കാം. പക്ഷെ അമ്മ അത് സിമ്പിളായിട്ട് മാർക്കറ്റ് ചെയ്തു. അപ്പോഴാണ് എനിക്ക് തിരിച്ചറിവുണ്ടായത്, ഒന്നും അറിയാത്ത എൻ്റെ അമ്മയ്ക്ക് ഇത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എന്തുകൊണ്ട് എനിക്കിത് ചെയ്തുകൂടാ, എനിക്കിത് പഠിച്ചുകൂടാ എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. അന്ന് മുതൽ ഒരുപക്ഷെ അതിനുശേഷം ഞാൻ അറ്റൻഡ് ചെയ്യുന്ന പ്രോഗ്രാമുകൾ എനിക്കും പഠിക്കണം, ഞാനിത് എങ്ങനെ മാർക്കറ്റ് ചെയ്യണം, ഇത് എന്താണ് എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ ഞാൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു എന്നുള്ളതാണ്. കാരണം എനിക്കും രക്ഷപ്പെടണം, പണം ഉണ്ടാക്കാം, എൻ്റെ അമ്മക്ക് പറ്റുവാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് പറ്റൂല? ആ ഒരു ചിന്തയോടുകൂടി പിന്നെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അതാണ് എൻ്റെ ജീവിതത്തിലെ തുടക്കത്തിലുള്ള വഴിത്തിരിവ് എന്ന് പറയുന്നത്. ലീഡേഴ്സ് കട്ടൊക്കെ സപ്പോർട്ട് നിന്നു, പഠിക്കണം, ചെയ്യണം എന്നുള്ള ഒരു ചിന്തയോടുകൂടി പിന്നീട് ഓരോ പ്രോഗ്രാമുകളും ഞാൻ അറ്റൻഡ് ചെയ്തു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഡിസ്ട്രിബ്യൂട്ടർ ലെവലിൽ പെർഫോമൻസ് ബോണസ് 2 തവണ എനിക്ക് ആ ഒരു വർഷം, ഒരുപക്ഷെ അത്രയും 8 വർഷം മുന്നേ എനിക്ക് പെർഫോമൻസ് ബോണസ് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. അതേപോലെ തന്നെ റാങ്ക് ഒക്കെ പെട്ടെന്ന് എനിക്ക് കയറി വരാൻ സാധിച്ചു. മറ്റൊന്നുമല്ല, എന്നെ സംബന്ധിച്ച് ബന്ധങ്ങൾ കുറവായിരുന്നു.
ബന്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ അടുത്തിടപഴകുന്നത് കുറവായിരുന്നു. പക്ഷെ എനിക്ക് എന്റെ ഷോപ്പിൽ ഒരുപക്ഷെ ഞാൻ പല ഗാർമെന്റ്സുകളിലും വർക്ക് ചെയ്തതുകൊണ്ട് ആ ബന്ധങ്ങൾ അവിടെ ഉണ്ട്. ഒരുപക്ഷെ എല്ലാ ദിവസവും വിളിച്ച് ഭയങ്കര കമ്പനി ആവുന്ന ബന്ധങ്ങളല്ല, പക്ഷെ എൻ്റെ ബന്ധങ്ങൾ എന്ന് പറയുന്നത് അത്രയും ആത്മാർത്ഥതയുള്ള ബന്ധങ്ങളായതുകൊണ്ട് എവിടെ എപ്പോഴും ആരെ കണ്ടു കഴിഞ്ഞാലും അത്രയും സ്നേഹത്തോടു കൂടി ഇടപെടുന്ന ഒരു ബന്ധങ്ങളായിരുന്നു എനിക്ക്. പിന്നെ എന്നെ സംബന്ധിച്ച് അങ്ങനെയുള്ള ആളുകളിലേക്കൊന്നും ഈ ബിസിനസ് കൊടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ ചിന്തിച്ചത് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു, അപ്പൊ അതിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും, ഞാൻ രക്ഷപ്പെടും എന്നുള്ള ഒരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വരാൻ തുടങ്ങി. ഞാൻ രക്ഷപ്പെടും, എനിക്ക് രക്ഷപ്പെടണം. അപ്പൊ ഞാൻ രക്ഷപ്പെടുമ്പോ ആര് രക്ഷപ്പെടണം? എൻ്റെ ഫാമിലി രക്ഷപ്പെടണം. കാരണം പണമില്ലാത്തതിന്റെ പേരിൽ എൻ്റെ ഫാമിലി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഫാമിലി രക്ഷപ്പെടണം എന്നുള്ളൊരു ചിന്തയോടുകൂടി ഞാൻ ആദ്യം തന്നെ ബിസിനസ് കൊടുത്തത് എൻ്റെ ഫാമിലിക്കാണ്. എൻ്റെ അനുജത്തി, അതായത് എൻ്റെ ഷോപ്പിൽ ഞാനും എൻ്റെ അനുജത്തിയും എൻ്റെ ഇളയമ്മയുടെ മകളും, അങ്ങനെ ഞങ്ങൾ 3 പേരാണ് ആ ഒരു ചെറിയ ഷോപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യം തന്നെ എൻ്റെ അനുജത്തിമാരെ ഇത് വിശ്വസിപ്പിക്കണമായിരുന്നു. അങ്ങനെ അവരെ പ്രോഗ്രാമിലേക്ക് എത്തിച്ചു, അവർ ജോയിൻ ചെയ്തു, എൻ്റെ ഇളയമ്മയുടെ മകള് ജോയിൻ ചെയ്തു. അങ്ങനെ എനിക്കൊരു ഓർഗനൈസേഷൻ അങ്ങനെ വന്നു, അവരൊക്കെ കുറച്ച് ഉൽപ്പന്നങ്ങൾ എടുത്തുകൊണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാം, ഒരു ഉൽപ്പന്നം ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് സ്വന്തമായിട്ട് മാർക്കറ്റ് ചെയ്തത് 4.5 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മാർക്കറ്റ് ചെയ്തത്. പക്ഷെ അതിനു മുന്നേ മൈ ലൈഫ് സ്റ്റൈലിലേക്ക് കൂടി അക്കൗണ്ടിലേക്ക് വരുമാനം വാങ്ങിച്ചെടുക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. റീറ്റെയിൽ ചെയ്യുന്നതിനേക്കാൾ മുന്നേ എൻ്റെ അക്കൗണ്ടിലേക്ക് വരുമാനം വാങ്ങിച്ചെടുക്കാൻ സാധിച്ചു. എന്നേക്കാൾ ഒത്തിരി, ഒരുപക്ഷെ നന്നായിട്ട് റീറ്റെയിൽ ചെയ്യുന്ന ആളുകളായിരിക്കാം എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്, അല്ലെ? അക്കൗണ്ടിലേക്ക് വരുമാനം ഒക്കെ വാങ്ങിച്ചിരിക്കുന്ന ആളുകളായിരിക്കാം. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, പലരും ആശങ്കപ്പെടുന്നുണ്ടാവും, അയ്യോ എനിക്ക് റീറ്റെയിൽ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ആളുകളെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. അല്ലെങ്കിൽ എനിക്ക് 2,10,000 കിട്ടുമോ എന്നൊക്കെയുള്ള ആശങ്കയോടുകൂടി ഇരിക്കുന്ന ആളുകളായിരിക്കാം എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് പലരും. പലർക്കും അത് ഒരുപക്ഷെ തുടക്കക്കാർക്ക് ചിലപ്പം ആശങ്കയുണ്ടാവാം, ഇതെങ്ങനെ കിട്ടുന്നു എന്നൊക്കെ. വിദ്യാഭ്യാസ യോഗ്യത കുറവാണ്, ഞാൻ പെണ്ണാണ്, ഞാൻ അല്ലെ എനിക്ക് പ്രായം കൂടുതലായി എന്നൊക്കെ പല രീതിയിൽ ആശങ്കപ്പെടുന്നവരുണ്ടാവും. അവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം ഒരുപക്ഷെ അക്കൗണ്ടിലേക്ക് പണം വരുന്നത് എങ്ങനെ എന്ന് ചോദിച്ച സമയത്ത് ഞാൻ മനസ്സിലാക്കിയത്രേ ഉള്ളൂ, എൻ്റെ ഫാമിലി, എൻ്റെ അനിയത്തിമാർ ഒരു ഓർഗനൈസേഷനിൽ വന്നു. എനിക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ അമ്മ മാർക്കറ്റ് ചെയ്യുന്നു. അമ്മ ഡെയിലി പോകുമ്പം ഉൽപ്പന്നങ്ങൾ എടുത്ത് പോകുന്നു, എനിക്ക് ക്യാഷ് കൊണ്ടുതരുന്നു. അപ്പൊ സാധനങ്ങൾ തീർന്നു, എൻ്റെ വീട്ടിലുള്ള ഉൽപ്പന്നങ്ങൾ തീർന്നു. അപ്പൊ വീണ്ടും റീപർച്ചേസ് ചെയ്യണം. അപ്പൊ റീപർച്ചേസ് ചെയ്യാൻ ലീഡേഴ്സ് പറഞ്ഞു, നമുക്ക് സാധനം വേണമല്ലോ. അങ്ങനെ ചുമ്മാ എൻ്റെ ഹസ്ബൻഡിന്റെ ഒരു ID ലീഡേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നു, അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അവരൊരു ID അടിക്കുന്നു, എൻ്റെ ഓർഗനൈസേഷൻ 2-ൽ എൻ്റെ ഹസ്ബൻഡിന്റെ ID അടിക്കുന്നു. അതിലൂടെ പർച്ചേസ് ചെയ്യുന്നു, എൻ്റെ അമ്മയ്ക്ക് വേണ്ടുന്ന ഉൽപ്പന്നങ്ങൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നു. അപ്പൊ എന്താണ്, ഓൾറെഡി എൻ്റെ അക്കൗണ്ടിലേക്ക് വരുമാനം വരുന്നു. ഇതാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പം ആദ്യമായിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് വരുമാനം വരുന്നു, എൻ്റെ അമ്മ മാർക്കറ്റ് ചെയ്തിട്ട് ക്യാഷ് കൊണ്ടു തരുന്നു. അപ്പോൾ സന്തോഷകരമായ ഒരു ലൈഫ്. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ നേട്ടങ്ങൾ ആ സമയത്ത് ഉണ്ടാക്കുന്നത്, വരുമാനം, എക്സ്ട്രാ ഇൻകം ആണ് ഉണ്ടാവുന്നത്. അപ്പൊ അതില് കോൺഫിഡന്റ് ആയി പതിയെ പതിയെ എൻ്റെ അക്കൗണ്ടിൽ ചെറുതും വലുതുമായിട്ടുള്ള വരുമാനം വരാൻ തുടങ്ങി. അനിയത്തിയെ കൊണ്ടുവന്നു, അനിയത്തിയിലൂടെ ഇളയമ്മയെ കൊണ്ടുവന്നു. അങ്ങനെ കുറച്ച് ഉൽപ്പന്നങ്ങൾ ഞാനും മാർക്കറ്റ് ചെയ്യാൻ ചെറിയ രീതിയിൽ ഞാനും തുടങ്ങി. അതായത് റീറ്റെയിൽ എന്നുള്ള രീതിയിലല്ല, ആളുകളെ ഈ ബിസിനസ് പരിചയപ്പെടുത്തുന്ന രീതിയിലേക്ക് ഞാൻ മെല്ലെ വന്നു. ബസ്സിലാണ് കൂടുതൽ ഞാൻ വർക്ക് കൊടുത്തിരിക്കുന്നത് ആ സമയത്ത്. കാരണം എൻ്റെ ഷോപ്പിലേക്ക് പോകുന്ന ആ സമയത്ത് പരമാവധി ബുക്കൊക്കെ എടുത്ത് ഭയങ്കര കോൺഫിഡൻസിൽ സംസാരിക്കും. അങ്ങനെ ഞാൻ സംസാരിച്ചു പഠിച്ചു, പതിയെ പതിയെ ഞാൻ സംസാരിച്ചു പഠിച്ചു. അതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് വന്നത്. അപ്പൊ എൻ്റെ ഫാമിലിയാണ് ആദ്യം തന്നെ എനിക്ക് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. അങ്ങനെ ഞങ്ങളുടെ അനിയത്തിയും ഇളയമ്മയും ഒക്കെ ആയിട്ട് ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോയി. കുറച്ച് കഴിഞ്ഞ സമയത്ത് എൻ്റെ അനുജത്തിയുടെ ഹസ്ബൻഡ്, അദ്ദേഹത്തിന് മനസ്സിൽ വെച്ച് തന്നെയാണ് അനിയത്തിയെ ജോയിൻ ചെയ്യിപ്പിച്ചത്. അങ്ങനെ അനിയത്തിയുടെ ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു, അദ്ദേഹം നാട്ടിലേക്ക് വന്നു. അവരുടെ ഹൗസ് വാമിങ്ങുമായി ബന്ധപ്പെട്ട് അങ്ങനെ അദ്ദേഹത്തിനെ പല രീതിയിൽ, ഒരുപക്ഷെ 2-3 മാസം നാട്ടിലുണ്ട് എന്നുള്ള ചിന്തയുള്ളത് കൊണ്ട് തന്നെ അനിയത്തിനെ അങ്ങനെ വട്ടം ചുറ്റിച്ച് അനിയത്തിയുടെ ഹസ്ബൻഡിനെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യിപ്പിച്ചു. ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പല സമയത്തും പ്രോഗ്രാമിന്റെ ബസ് സ്റ്റാൻഡിൽ വരെ വരും, തിരിച്ചു പോകും ആള്. അദ്ദേഹത്തിനെ കൊണ്ടുവരാൻ ഒത്തിരി ബുദ്ധിമുട്ടി. പക്ഷെ ഇന്ന് അദ്ദേഹം ഈ ബിസിനസ് ശക്തമായി ഏറ്റെടുത്തു. ബിസിനസ് എന്നേക്കാൾ കൂടുതൽ നന്നായിട്ട് പഠിച്ചു, മനസ്സിലാക്കി. ഇന്ന് അദ്ദേഹം കമ്പനിയുടെ നാഷണൽ ടീം കോർഡിനേറ്റർ എന്ന റാങ്കിലാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. CTC റാങ്കിലേക്ക് എത്താൻ പോവുകയാണ് അദ്ദേഹം. അതേപോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ചുമ്മാ അടിച്ച ഒരു ID ആണ് എൻ്റെ ഹസ്ബൻഡിന്റെ ID.
ഈ ഒരു ബിസിനസ് ഒരു ലേഡി എന്നുള്ള രീതിയിൽ സ്റ്റാർട്ടിങ്ങിൽ എന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എൻ്റെ ഹസ്ബൻഡും കൂടെ ഉണ്ടാവണം എന്ന് എൻ്റെ ലീഡേഴ്സ് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ, കാരണം തുടക്കത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ച്. ഷോപ്പിൽ പോകുന്ന പോലെ ആയിരുന്നില്ല എൻ്റെ ഈ ബിസിനസ്സിൽ. പുതിയ ഇളയമ്മയായാലും എൻ്റെ ഫാമിലിയിലേക്ക് പോകുമ്പോൾ എൻ്റെ ഷോപ്പിൽ പോയി അവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ബിസിനസ്സിൽ ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കാനും അങ്ങനെ പോകാൻ തുടങ്ങിയപ്പോൾ വീട്ടിലെത്താൻ ലേറ്റാകുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട്. ഹസ്ബൻഡ് മംഗലാപുരത്ത് ബേക്കറി ജോലിയായിരുന്നു, നാട്ടിലുണ്ടായിരുന്നില്ല. പക്ഷെ വീട്ടിലെത്താൻ ലേറ്റാവുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഫാമിലി ഇഷ്യൂസ് ആളുകളൊക്കെ പറയാൻ തുടങ്ങി. അവൾ എവിടെയോ പോകുന്നുണ്ട്, ലേറ്റായിട്ടാണ് വരുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ പറയാൻ തുടങ്ങി. അത് ഹസ്ബൻഡിനെയും വിളിച്ചു പറയാൻ തുടങ്ങി. അതുവരെ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എത്ര ലേറ്റായാലും ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം ബസ്സിൽ യാത്ര ചെയ്ത് അരമണിക്കൂറോളം എനിക്ക് ബസ് ഇറങ്ങി നടക്കാനുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ ലേറ്റായിട്ട് വരുമ്പോൾ എല്ലാവരും ചോദിക്കും എന്താ ലേറ്റായി. അപ്പൊ ഷോപ്പ് സീസൺ സമയം തിരക്കായിരിക്കും അല്ലേ എന്ന് ഇങ്ങോട്ട് പറയും. പക്ഷെ ഈ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവിടെ എന്തോ ഉടായ്പിൽ ചെന്ന് പെട്ടിട്ടുണ്ട്, എവിടെയൊക്കെയോ പോകുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു ചിന്തയിൽ ആളുകൾ നെഗറ്റീവ് പറയാൻ തുടങ്ങി. അപ്പൊ എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ചു പറഞ്ഞു, നമുക്ക് എന്തായാലും നമുക്ക് കുഞ്ഞു സ്വപ്നങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഏതായാലും നിനക്ക് മാന്യമായൊരു തൊഴിലുണ്ട്, എനിക്കും ഉണ്ട്, നമുക്ക് അതുകൊണ്ട് മുന്നോട്ട് പോകാം. അതുകൊണ്ട് നീ ഈ ബിസിനസ് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു. പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാൻ ചെയ്യുന്ന മേഖല സത്യസന്ധമായ മേഖലയാണ്. എന്നെ ലീഡേഴ്സ് അത്രമാത്രം കരുതലോടുകൂടി സ്നേഹത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത്. കമ്പനി സൂപ്പറാണ്, നല്ല കമ്പനിയാണ്, പ്രോഡക്ട്സ് സൂപ്പറാണ്, ഇതൊക്കെ എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഫാമിലിക്ക് അറിയില്ല. പക്ഷെ ഞാൻ ചിന്തിച്ച ഇത്രയേ ഉള്ളൂ, ഫാമിലിയെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. അങ്ങനെ അദ്ദേഹം നാട്ടിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തിനെയും കൂട്ടി പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. അതേപോലെ തന്നെ ലീഡേഴ്സിന് വീട്ടിൽ വന്ന് ഫോളോ അപ്പ് ചെയ്തു, കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കൊടുത്തു. ഞാൻ ചെയ്യുന്ന മേഖല, എന്നെ അത്രമാത്രം വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന മേഖല അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കി പഠിക്കാൻ തയ്യാറായി. അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. അതോടുകൂടി അദ്ദേഹത്തിനും ഈ ബിസിനസ് മനസ്സിലായി. അങ്ങനെ അദ്ദേഹവും ഈ ബിസിനസ് ശക്തമായി ഏറ്റെടുത്തു. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് അദ്ദേഹം കമ്പനിയുടെ റീജിയണൽ ടീം കോർഡിനേറ്റർ എന്ന റാങ്കിലാണ് അദ്ദേഹം ഉള്ളത്. നാഷണൽ ടീം കോർഡിനേറ്റർ എന്ന റാങ്കിലേക്ക് എത്താൻ പോവുകയാണ്. അങ്ങനെയാണ് ഈ ഒരു ബിസിനസ്. ഒരു പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ ഫാമിലിയെ ഓക്കെ ആക്കി. കാരണം ഞാൻ എവിടെയാണ് പോകുന്നത്, എന്താണ് ചെയ്യുന്നത് എന്ന് എനിക്ക് അവരെയാണ് ബോധ്യപ്പെടുത്തേണ്ടത്. അപ്പൊ അതുകൊണ്ട് അവരെ ഒരുമിച്ച് നിർത്തി എന്നുള്ളതാണ്. പിന്നെ ശക്തമായിട്ട് ഫാമിലിയോടുകൂടി ബിസിനസ് ചെയ്യാൻ തയ്യാറായി. അതിന്റെ ഭാഗമായിട്ട് ഹസ്ബൻഡും പെർഫോമൻസ് ബോണസ് അടിക്കുന്നു, ഞങ്ങൾ ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്നു, ഒരുമിച്ച് തീരുമാനമെടുത്തു. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് ജോലി ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. 22 വർഷത്തോളം ടൈലറിംഗ് മേഖലയിൽ ചെയ്തുകൊണ്ടിരുന്ന ഞാൻ, എൻ്റെ പാഷനായിട്ട് ഞാൻ ഏറ്റെടുത്ത ആ ജോലി, അത് ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ ഉപേക്ഷിച്ചു. കാരണം എനിക്ക് വിശ്വാസം കമ്പനിയിൽ ഉണ്ടായിരുന്നു, എൻ്റെ ലീഡേഴ്സിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അവരെ ഞാൻ ആത്മാർത്ഥമായി എൻ്റെ മക്കളെ പോലെ, എൻ്റെ രക്ഷിതാക്കളെ പോലെ ഞാൻ വിശ്വസിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് കണ്ണും പൂട്ടി ഞാൻ ഇറങ്ങി. പിന്നെ ഞാൻ എൻ്റെ ഷോപ്പിലേക്ക് ഞാൻ പോയിട്ടില്ല, ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എൻ്റെ ഡ്രസ്സ് പോലും ഞാൻ തയ്ക്കാൻ മറ്റുള്ളവരിലേക്ക് കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് വന്നു. കാരണം ആ രീതിയിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത്, 2 തോണിയിൽ കാല് വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന മേഖല അത്രയും പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അതിൽ അത് നന്നായി ഏറ്റെടുത്തു കഴിഞ്ഞാൽ വിജയിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അത് ഒന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ. ഞാൻ ചിന്തിച്ചത് ഇത്രേ ഉള്ളൂ. അതായത് ഇത്രയും വർഷം എക്സ്പീരിയൻസ് എനിക്ക് ടൈലറിംഗ് മേഖലയിലുണ്ട്. ഈ ബിസിനസ്സിൽ മോട്ടിവേറ്റ് ആയി ലീഡേഴ്സ് പറഞ്ഞ ഒരു 3 വർഷം നിങ്ങൾ ഡിഗ്രി കോഴ്സ് പഠിക്കൂ എന്നാണ് എന്നോട് പറഞ്ഞത്. ചിന്തിച്ച എത്രയേ ഉള്ളൂ, എന്തായാലും ഒരു 3 വർഷം ഒന്ന് പഠിക്കാൻ നോക്കാം. ഇനി അഥവാ ഇതിൽ പരാജയപ്പെട്ടു പോയാൽ 3 വർഷം അല്ലെ, ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വീട്ടിൽ നിന്ന് തയ്ച്ചിട്ടായാലും ജീവിക്കാം എന്നുള്ളൊരു ചിന്തയോടുകൂടി ഞാൻ എൻ്റെ ജോലി അങ്ങ് ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. കാരണം തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ ആ തീരുമാനം ഉറച്ചതായിരിക്കണം. മറ്റുള്ളവർ പറഞ്ഞിട്ട് നമ്മൾ തീരുമാനം എടുക്കാൻ പാടില്ല. നമ്മുടെ ഉള്ളിൽ ഉറപ്പുണ്ടായിരിക്കണം, ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഓക്കെയാണ്, അല്ലെങ്കിൽ ഞാൻ എത്തിപ്പെട്ടത് നല്ലതാണ് എന്ന് പൂർണ്ണ ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമുക്കത് അതിൽ തീരുമാനം എടുക്കാം. നമുക്കറിയാം നമ്മുടെ ലൈഫിൽ പല തീരുമാനങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട്, എല്ലാ തീരുമാനങ്ങളും സക്സസ് ആയിട്ടില്ല അല്ലെ. ചില തീരുമാനങ്ങൾ എടുത്തതിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ നമ്മൾ ജീവിതകാലം മുഴുവൻ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവാം. പല രീതിയിൽ ഓരോ സമയത്തും എടുക്കുന്ന തീരുമാനങ്ങൾ പ്രധാനമാണ് അല്ലെ. എന്നിട്ടും നമ്മൾ ജീവിക്കുന്നുണ്ടല്ലോ.
അല്ലെ? പല കാര്യങ്ങളും പല സംഭവങ്ങളും നമ്മളിലൂടെ കടന്നു പോയിട്ട് നമ്മൾ ജീവിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ എടുത്ത തീരുമാനം എനിക്ക് എന്തായാലും അത് നല്ല തീരുമാനമായിരുന്നു. കാരണം എനിക്കത് ഉറച്ചു വിശ്വസിക്കാൻ എനിക്ക് സാധിച്ചു. പ്രോഡക്റ്റ് നന്നായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി, എന്റെ ആരോഗ്യസ്ഥിതിയിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അതൊക്കെ മറ്റുള്ളവര് ഫോട്ടോ ഒക്കെ ആക്കിയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. അതും എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഞാൻ പോലും അറിയാത്ത ആളുകളിലേക്ക് എന്നെ അറിയപ്പെടുന്ന രീതിയിലേക്ക് പതിയെ പതിയെ വരാൻ തുടങ്ങി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി കോഴ്സ് 3 വർഷം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ അതാണ് എൻ്റെ മൈൻഡിലുള്ളത്. ടീമിനെ ചേർത്ത് നിർത്തി, ഒരുപക്ഷെ എൻ്റെ ഫാമിലിയിലൂടെ വന്ന ബന്ധങ്ങൾ, എൻ്റെ ഫ്രണ്ട്സ്, അങ്ങനെ ഏറ്റവും അടുത്തവരായിരുന്നു എനിക്ക് ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും എനിക്ക് ഉണ്ടായിരുന്നു. കാരണം സ്റ്റാർട്ടിങ്ങിൽ നമുക്കറിയാം, ചെയ്യുന്ന ജോലി രണ്ടുപേരും ഉപേക്ഷിച്ചു. ഭാര്യയും ഭർത്താവും ഉപേക്ഷിച്ചപ്പോൾ ചെറിയൊരു വീടുണ്ടായിരുന്നു. അതിന്റെ ചിട്ടികളായിട്ടും ലോണുകളായിട്ടും ഒക്കെ ഒത്തിരി ബാധ്യതകൾ നമുക്കുണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ചെയ്യുന്ന ജോലിയുടെ കൂടെ അത് തികയായിട്ട് വീണ്ടും സൈഡായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ആ ചെയ്യുന്ന ജോലി ഉപേക്ഷിച്ചിട്ട് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നിങ്ങൾക്കറിയാം, ഒരുപക്ഷെ 8 വർഷം മുന്നേ ആണെങ്കിൽ ഈ ഒരു ബിസിനസ് ജോയിൻ ചെയ്യിപ്പിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ട്, പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ആളുകളെ കാണിച്ചു കൊടുക്കാനില്ല, അങ്ങനെ ഒത്തിരി പ്രതിസന്ധികളായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. പല റീറ്റെയിലിന് പോയി കഴിഞ്ഞാൽ ആരും ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നില്ല. കാരണം MRP അത്രയും വലിയ MRP ആണ്. നമ്മളൊക്കെ സാധാരണക്കാരായ ആളുകളാണ്. അപ്പൊ ഇത്രയും വിലയുടെ പ്രോഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ആളുകൾ വാങ്ങിക്കാത്ത സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ ചങ്കൂറ്റം, അല്ലെ, അങ്ങനെ പറഞ്ഞൂടെ നമുക്ക്? കാരണം നമ്മൾ ഒന്നിലെടുത്ത് ചാടി അതിൽ വിജയിച്ചേ പറ്റുള്ളൂ. കളിയാക്കുന്ന ആളുകളുണ്ട് ചുറ്റുവട്ടം. ജോലി ഉപേക്ഷിച്ചത് കൊണ്ട് പല ആളുകളും നിനക്ക് വട്ടാണ്, നീ എന്ത് പണിയാ എടുത്ത് എന്നൊക്കെ ചോദിച്ച് പല രീതിയിൽ വിഷമിപ്പിച്ചിട്ടുണ്ട്. പല സ്ഥലത്തുനിന്നും കരയിപ്പിച്ചിട്ടുണ്ട്. ഈ ബിസിനസ് ജോയിൻ ചെയ്യിപ്പിക്കാൻ പോയ സമയത്ത് എൻ്റെ ഫാമിലി തന്നെ, ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്ന ആള്, അവരെന്റെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിച്ച ആള് എന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. എന്നെ വിഷമിപ്പിച്ച് കരയിച്ച് അവിടെ ഇറക്കിയിട്ടുണ്ട്. നിനക്ക് വേറെ പണിയില്ല, നീ എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് എന്നെ മാനസികമായി തളർത്തിയിട്ടുണ്ട്. പക്ഷെ അവിടുന്ന് ഞാൻ ചിന്തിച്ചത്രേ ഉള്ളൂ, ഈ ബിസിനസിന്റെ പേരിൽ നിങ്ങൾ എന്നെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ, എന്നെ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ വേദനിപ്പിച്ച് കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും ഈ ബിസിനസ്സിലേക്ക് കൂടി തന്നെ എന്തൊക്കെ നേട്ടങ്ങൾ നേടിയെടുക്കാൻ പറ്റുമോ അതൊക്കെ നേടിയെടുത്ത് വിജയിച്ച ഒരാളായി ഞാൻ മാറും എന്ന് ഉള്ളിൽ ഒരു തീരുമാനം എടുത്തു. ആരോടും പുറത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് പറയാൻ പേടിയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല. പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ ഞാനൊരു തീരുമാനം എടുത്തു എന്നുള്ളതാണ്. പല സമയത്തും റീറ്റെയിൽ ചെയ്ത സമയത്ത് എനിക്ക് പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, സെയിലാക്കാൻ പറ്റിയിട്ടില്ല. ഒരുപക്ഷെ എനിക്ക് അതിനുള്ള സ്കിൽ ഇല്ലായിരിക്കാം. പല വീടുകളിൽ നിന്നും വേണ്ട 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 എന്ന് പറയുന്ന സമയത്ത് കരഞ്ഞിട്ടുണ്ട്. എത്രയോ വീടുകളിൽ നിന്ന് മാറി നിന്ന് കരഞ്ഞിട്ടുണ്ട് ഞാൻ. പക്ഷെ പിന്നീട് ഓരോ ട്രെയിനിങ്ങുകളും അറ്റൻഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാനുള്ള യോഗം നിങ്ങൾക്കില്ല മക്കളെ എന്ന്. പിന്നീട് ഓരോ വീടുകളിലേക്ക് പോയിട്ട് അവിടെ നിന്ന് വേണ്ടാന്ന് പറയുമ്പോഴും ഞാൻ എന്നോട് തന്നെ പറയും, ഇത് ഉപയോഗിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല, ഇതെടുക്കാനുള്ള ആള് അടുത്തുണ്ട്, എൻ്റെ മുമ്പിലുണ്ട്, ഇനി അവരിലേക്ക് ഞാൻ ഇത് കൊടുക്കുമെന്ന് കോൺഫിഡൻസോടുകൂടി ചിന്തിക്കാൻ എനിക്ക് പറ്റിയത് ട്രെയിനിങ്ങുകൾ, ലീഡേഴ്സിന്റെ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തതുകൊണ്ട് മാത്രമാണ്. പല തവണ ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നടന്നു കഴിഞ്ഞാൽ ഒരു സോപ്പ് പോലും വിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ എനിക്കുണ്ടായിരുന്നു. വീട്ടിലെത്തുമ്പോൾ മക്കൾ ചോദിക്കും, അമ്മ എന്തെങ്കിലും കൊണ്ടുവന്നിനോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്നു കഴിഞ്ഞിട്ടും ഭക്ഷണം പോലും കഴിക്കാത്ത ദിവസങ്ങളായിരിക്കും. റൂമിൽ അടച്ചിരുന്ന് എത്രയോ ദിവസങ്ങൾ ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഈശ്വര, ഞാൻ എന്തിനാണ് ഈ തീരുമാനം എടുത്തത്? എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലേ? എൻ്റെ മക്കൾ പട്ടിണിയായി പോവോ എന്നൊക്കെ പലതവണ തോന്നിപ്പോയിട്ടുണ്ട്. കാരണം എന്താണ്, എൻ്റെ സ്വന്തം ഷോപ്പാണ്. ആ ഷോപ്പിൽ പോയിരുന്ന് 1 മണിക്കൂർ കൊണ്ട് ഒരു ചൂരിദാർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ ക്യാഷ് എനിക്ക് സ്വന്തമാണ്. അങ്ങനെയുള്ള ഞാനാണ് അത് മാറ്റി വെച്ച് ഈ ബിസിനസ് ചെയ്തത്. ഒത്തിരി ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയിട്ട് പോലും എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നു എന്നുള്ളതാണ്. പലതവണ എനിക്ക് ഷോപ്പിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. വേറൊന്നുമല്ല, പണമില്ലാത്തതുകൊണ്ട്. സേവിങ്സ് ഒന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. രണ്ടുപേരും ജോലി ഉപേക്ഷിച്ചിട്ട് ഈ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ശൂന്യതയായിരുന്നു. എന്തായാലും ചെയ്യാം എന്നുള്ളൊരു ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടുപേരും ആത്മാർത്ഥമായി പരിശ്രമിച്ചു. രാവെന്നോ പകലെന്നോ ഇല്ലാതെ, വെയിലോ മഴയോ നോക്കാതെ. ലീഡേഴ്സ് പറഞ്ഞു, കഠിനമായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ പരിശ്രമിച്ചു. അങ്ങനെ ഒരുപക്ഷെ ഈ ബിസിനസിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ആദ്യമായിട്ട് ഞങ്ങളുടെ കയ്യിലേക്ക് ഒരു 2 വീലർ അച്ചീവ് ചെയ്യാൻ ഈ ബിസിനസ്സിലൂടെ സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും 2 വീലർ വേഗം ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചതാണെന്ന്. ഒരിക്കലുമല്ല. ലീഡേഴ്സ് പറഞ്ഞു ഇത്രയേ ഉള്ളൂ. കബീർ സാറും ശ്രീജിത്ത് സാറും ഒക്കെ എന്നോട് പറഞ്ഞു, മാഡം നിങ്ങൾക്ക്
ചെറിയൊരു ടീം വരാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ബിസിനസ് കുറച്ചും കൂടെ ഫാസ്റ്റ് ആവണമെങ്കിൽ ഒരു ടൂ വീലർ അത്യാവശ്യമാണ് എന്നാണ് അവർ പറഞ്ഞത്. അല്ലാതെ എന്റെ സ്വപ്നങ്ങളിലേക്ക് പോയതല്ല. എനിക്ക് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ചെറിയ പ്രായം മുതൽ എന്റെ സ്വപ്നങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പല ആഗ്രഹങ്ങളും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ജീവിതം മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ സ്വപ്നങ്ങൾ, ഡ്രീംസ് ആൻഡ് ഗോൾസ് എന്നൊക്കെ പറഞ്ഞ് ലീഡേഴ്സ് ട്രെയിനിങ് എടുക്കുമ്പോൾ എനിക്ക് അതൊന്നും അറിയില്ലായിരുന്നു. അത് എന്താണെന്ന് പോലും ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നില്ല. പക്ഷെ ലീഡേഴ്സ് പറഞ്ഞതിന്റെ ഭാഗമായി അവരെന്താണോ പറയുന്നത് അത് കൃത്യമായി അംഗീകരിക്കുക എന്നുള്ളതാണ്. അവരൊരുപക്ഷെ നമ്മുടെ നല്ലതിന് വേണ്ടിയായിരിക്കാം പറയുന്നത്. അങ്ങനെ ചിന്തിച്ചോളൂ. പലപ്പോഴും നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ തോന്നാം. അതെന്താ അവർ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ തോന്നാം. പക്ഷെ നമ്മളെ കുഴിയിൽ ചാടിക്കില്ല നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സ്. നമ്മളെ സക്സസിലേക്ക് എത്താൻ വേണ്ടി ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളും ചിലപ്പോൾ അവർ പറയും. പക്ഷെ അത് നമ്മൾ കണ്ണും പൂട്ടി അനുസരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഡൗൺ പേയ്മെന്റ് കൊടുക്കാൻ ഒരു 10,000 രൂപ പോലും സ്വന്തം അക്കൗണ്ടിൽ നിന്ന് എടുക്കാൻ ഉണ്ടായിരുന്നില്ല. അതും വായ്പ വാങ്ങിച്ചിട്ടാണ് ടൂ വീലറിന് അഡ്വാൻസ് കൊടുക്കുന്നത്. ഒരു മാസത്തില് 2,200 സംതിങ് എങ്ങാണ്ടോ ആണ് ആ ടൂ വീലറിന്റെ EMI വന്നത്. പക്ഷെ അതുപോലും 17 തവണ അതുപോലും തെറ്റിയിട്ടാണ് EMI പോയത്. അത്ര പോലും ആ പൈസ പോലും കറക്റ്റ് ടൈമിൽ ആ അക്കൗണ്ടിലേക്ക് ഉണ്ടാക്കാനുള്ള ഒരു സിറ്റുവേഷൻ അന്ന് ഉണ്ടായിരുന്നില്ല. റീറ്റെയിൽ ചെയ്തിട്ടും വണ്ടി സർവീസിന് കൊടുത്തിട്ട് തിരിച്ചെടുക്കാൻ ക്യാഷ് ഇല്ലാഞ്ഞിട്ട് റീറ്റെയിൽ ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ട് വണ്ടി എടുത്ത സിറ്റുവേഷൻ പോലും നമ്മളെ സംബന്ധിച്ചുണ്ടായിരുന്നു. അത്രയും ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയിരുന്നു. പക്ഷെ പിടിച്ചു നിന്നു. ഹസ്ബൻഡ് ആയാലും നമുക്ക് ഏതായാലും എല്ലാവരുടെയും മുമ്പിൽ ജോലി ഉപേക്ഷിച്ച് ഇറങ്ങിയില്ലേ, അപ്പൊ ഇതിൽ വിജയിച്ച് കാണിച്ചു കൊടുത്തല്ലേ പറ്റുള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. തീർച്ചയായും ദൈവം സഹായിച്ച് ഇന്ന് വലിയ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. ടൂ വീലർ എടുത്തു. 2 വർഷം ആ ടൂ വീലറിൽ ഞങ്ങൾ ഓടി. രാവോ പകലോ നോക്കാതെ, ഭാര്യയും ഭർത്താവ് ആയതുകൊണ്ട് ഏത് സമയത്തും ഏത് വീട്ടിലും കയറി ചെല്ലാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അതുകൊണ്ടുണ്ടായി എന്നുള്ളതാണ്. അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. ഫാമിലി ആയിട്ട് ഈ ബിസിനസ് ഏറ്റെടുത്തതുകൊണ്ട്. എൻ്റെ ഒരു ഓർഗനൈസേഷൻ എൻ്റെ അനുജത്തിയുടെ ഭർത്താവ്, എൻ്റെ മറ്റൊരു ഓർഗനൈസേഷൻ എൻ്റെ ഹസ്ബൻഡ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. എന്റെ ലീഡേഴ്സിന് അറിയില്ലായിരുന്നു. എന്റെ ഫാമിലി അല്ലെ, നമ്മൾ ഫാമിലി കണക്ഷൻസ് വരുമ്പോ ഒക്കെ ഒരേ ഓർഗനൈസേഷനിലല്ലേ പോസ്റ്റ് ചെയ്യുക. പക്ഷെ എന്റെ ലീഡേഴ്സിന് അത് അറിയില്ലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്മയ്ക്ക് വീണ്ടും സാധനം എടുക്കേണ്ടത് കൊണ്ട് മാത്രം ഒരു ഐഡിയ അടിച്ചതാണ് എന്റെ ഹസ്ബൻഡിന്റെ. അല്ലാതെ അദ്ദേഹത്തിന് ബിസിനസ് കൊണ്ടുവരാനല്ല. എൻ്റെ അനുജത്തിയും ഫാമിലിയും, അനുജത്തിയുടെ ഹസ്ബൻഡ്, എൻ്റെ ഇളയമ്മ, എൻ്റെ ഫാമിലി എല്ലാവരും ഒരു ഓർഗനൈസേഷനിലാണുള്ളത്. അപ്പൊ ഞങ്ങളുടെ ബന്ധങ്ങൾ മുഴുവനും ഒരേ ബന്ധങ്ങളായിരിക്കും. എൻ്റെ അനുജത്തി പോയ ആളെടുത്ത് ആയിരിക്കും ഞാൻ പോകുന്നുണ്ടാവുക, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് പോകുന്നുണ്ടാവുക. ഇങ്ങനെയൊക്കെയുള്ളൊരു ബുദ്ധിമുട്ട് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു. എൻ്റെ ലീഡേഴ്സ് എനിക്ക് വരുമാനം കിട്ടിക്കോട്ടെ എന്ന് കരുതി മാത്രം ഐഡിയ അടിച്ചതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഞങ്ങൾ ശക്തമായിട്ട് പ്രവർത്തിച്ചു. ഒരുപാട് പേര് അദ്ദേഹത്തിന്റെ ബന്ധങ്ങളിലൂടെ ഫ്രണ്ട്സ് ഒക്കെ കടന്നു വന്നു. അങ്ങനെ പതിയെ ഞങ്ങളുടെ ഒരുപക്ഷെ ആ ടൂ വീലറിലുള്ള യാത്ര 2 വർഷം അല്ലെ, വണ്ടിയുടെ EMI 2 വർഷമായിരുന്നു. 2 വർഷം പൂർത്തിയാവുന്നതിന്റെ 1 മാസം മുന്നേ ഞങ്ങളുടെ വീട്ടിലേക്ക് അടുത്ത അച്ചീവ്മെന്റ് വന്നു. ഒരു ടാറ്റയുടെ ടിയാഗോ എന്ന കാറ് ഞങ്ങൾക്ക് ഈ ബിസിനസ്സിലൂടെ സ്വന്തമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ടൂ വീലർ എടുത്ത് വീട്ടിൽ വെച്ചിരിക്കുന്ന ആളുകളും ചിലപ്പോൾ എൻ്റെ മുമ്പിൽ ഉണ്ടാവാം, പറയാൻ പറ്റില്ല. കാരണം വണ്ടി ഓടിക്കാൻ എനിക്കും ഭയങ്കരമായ പേടിയായിരുന്നു. കാരണം ഹസ്ബൻഡ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ബേക്കിലിരുന്ന് പോകാം എന്നുള്ളൊരു ചിന്ത മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഞാൻ വണ്ടി ഓടിക്കും എന്ന് സ്വപ്നത്തെ പോലെ ഞാൻ ചിന്തിച്ചിട്ടില്ല. എനിക്ക് അതിനുള്ള കഴിവുണ്ടായിരുന്നില്ല. അത്രയും പേടിയുള്ള ഒരാളായിരുന്നു. പക്ഷെ ഹസ്ബൻഡ് രാത്രി ആയാല് റോഡിൽ വണ്ടിയൊന്നും ഇല്ലാത്ത സമയത്ത് നീ ഒന്ന് നോക്ക് എന്ന് പറഞ്ഞ് പുഷ് ചെയ്ത് എന്നെ പതിയെ ടൂ വീലർ പഠിപ്പിച്ചു എന്നല്ല, ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് പഠിച്ചതാണ്. പക്ഷെ വണ്ടി എടുക്കാൻ എനിക്ക് പേടിയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ലൈസൻസ് എടുക്കുന്നത്. ടൂ വീലറിന്റെ ലൈസൻസ് എനിക്ക് കിട്ടിയില്ല. എനിക്ക് കാറ് മാത്രമേ കിട്ടിയുള്ളൂ. അദ്ദേഹത്തിന് രണ്ടും കിട്ടി. അദ്ദേഹം അത് എടുത്തു പോകും. പക്ഷെ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല, ആ ഒരു ചിന്തയായിരുന്നു. പക്ഷെ അദ്ദേഹം നന്നായിട്ട് പുഷ് ചെയ്ത് പതിയെ വണ്ടി എനിക്ക് ഏലായി. അങ്ങനെ ഇടയ്ക്ക് ഞാനും വണ്ടി എടുക്കാൻ തുടങ്ങി. ലൈസൻസ് ഞാൻ എടുത്തു. വീണ്ടും 2ാമത് പോയിട്ടാണ് ലൈസൻസ് എടുത്തത്. അങ്ങനെ പതിയെ പോകുന്നു. കാർ എടുത്ത സമയത്ത് STC എന്ന് പറഞ്ഞ റാങ്ക് ആ സമയമാകുമ്പോഴേക്കും STC റാങ്കിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചു. അങ്ങനെ ലീഡേഴ്സ് പറഞ്ഞ എന്താണ്, 3 വർഷം ഡിഗ്രി കോഴ്സ് പോലെ പഠിക്കൂ, അപ്പൊ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാം എന്നാണ്. കാർ എടുത്ത സമയത്ത് എന്നെ പോലത്തെ ഒരു സാധാരണക്കാരിക്ക് അവിടം വരെ എത്താൻ പറ്റുമെന്ന് എൻ്റെ ടീമും എൻ്റെ ലീഡേഴ്സും ഒക്കെ മനസ്സിലാക്കിയത് കൊണ്ട് ഒരുപക്ഷെ ആ ഒരു വിശ്വാസം എൻ്റെ ടീം നല്ല രീതിയിൽ ഏറ്റെടുത്തു. അങ്ങനെ എനിക്ക് ഒത്തിരി ടീം വരാൻ തുടങ്ങി. വിശ്വാസത്തോടു കൂടി എൻ്റെ ടീമിലുള്ള പലരും ടൂ വീലർ എടുക്കാൻ തുടങ്ങി. അങ്ങനെ ടീമിന്റെ ഗ്രോത്ത് വളർന്നു. അങ്ങനെ എന്താ പറയേണ്ടത്, 3.5 വർഷം
ഒരുപക്ഷെ കാറൊക്കെ എടുത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് ആ നേട്ടം ഉണ്ടാവില്ല. പലരും പറഞ്ഞ് കളിയാക്കി നിനക്ക് കിട്ടൂല, ഇതൊക്കെ ലീഡേഴ്സിന് മാത്രം കിട്ടുന്ന വരുമാനമാണ്, നിന്നെ ആരൊക്കെയല്ലോ പറഞ്ഞ് പറ്റിച്ചതാണ്, നീ വെറും മണ്ടത്തി ആയതുകൊണ്ടാണ് ഇതിലേക്ക് ജോയിൻ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയ ആളുകളുടെ മുമ്പിൽ 3.5 വർഷം കൊണ്ട് ഈ ഒരു ബിസിനസ്സിൽ ആത്മാർത്ഥമായി ലീഡേഴ്സിനോടൊപ്പം നിന്ന് ലീഡേഴ്സ് പറയുന്നത് പോലെ കേട്ട് കൂടെ വന്ന ടീമിനെ മക്കളെ പോലെ ചേർത്ത് നിർത്തി അവരുടെ സ്വപ്നങ്ങൾ എന്നേക്കാൾ കൂടുതലായതുകൊണ്ട് ആഗ്രഹങ്ങളുള്ള ആളുകൾ ഒത്തിരി പേര് എൻ്റെ കൂടെ കടന്നു വന്നു, എന്നേക്കാൾ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾ എൻ്റെ കൂടെ കടന്നു വന്നു. അവരെ ചേർത്ത് നിർത്തിയതിന്റെ ഭാഗമായിട്ട് കിട്ടില്ല 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 എന്ന് പറഞ്ഞ മാജിക്കൽ ഫിഗർ 2,10,000 എന്ന എമൗണ്ട് എൻ്റെ അക്കൗണ്ടിലേക്കും ക്രെഡിറ്റ് ആയി എന്നുള്ളതാണ്. 3.5 വർഷം ആത്മാർത്ഥമായി ഈ ബിസിനസ്സിൽ ഈ ലീഡേഴ്സിനോടൊപ്പം ഈ കമ്പനിയോടൊപ്പം ചേർന്ന് നിന്നതുകൊണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു സാധാരണക്കാരി, ഒരു 10ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസ യോഗ്യതയുള്ള എനിക്കും അത് നേടിയെടുക്കാൻ സാധിച്ചു. ഒരിക്കലും എൻ്റെ കഴിവല്ല. നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണ്, നമ്മുടെ എന്ത് വിദ്യാഭ്യാസ യോഗ്യതയോ നമ്മൾ പ്രായമായല്ലോ, എനിക്ക് ഇങ്ങനെ ആയല്ലോ, അങ്ങനെയാണല്ലോ, ഞാൻ ഇങ്ങനെയാണല്ലോ, ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കമ്പനി കച്ചവടം നടന്നിട്ടുണ്ടോ, അതിന്റെ മാച്ചിങ് മൂല്യത്തിന്റെ 12% നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറിയിരിക്കും. ഇനി മറ്റൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക, 2,10,000, അതിനു വേണ്ടിയല്ലേ നമ്മൾ ഓടുന്നത്. എല്ലാ വീക്കിലും 2,10,000 നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറണം. പക്ഷെ നമ്മുടെ അക്കൗണ്ടിൽ മാത്രമാണോ ആ സമയത്ത് വരുമാനം കിട്ടുന്നത്? ഒരുപാട് പേരുടെ ജീവിതത്തിലേക്ക്, ഒരുപാട് സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് ചെറുതും വലുതുമായ വരുമാനം വാങ്ങിച്ചു കൊടുത്തിട്ടാണ് നമുക്ക് ആ 2,10,000 കിട്ടുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒത്തിരി പാവപ്പെട്ട, ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന, ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുടെ അക്കൗണ്ടിലേക്ക് 2,10,000 വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരവസരത്തിലാണ് ഞാനും നിങ്ങളും എത്തിയിരിക്കുന്നത്. ജീവിതം മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. ഇതിനെ മനസ്സിലാക്കിയെടുക്കാനും ഇത്തിരി അതായത് മനസ്സിലാക്കിയെടുക്കാൻ വലിയ പാടൊന്നുമില്ല, പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെ പോലെയുള്ള ഒത്തിരി ആളുകളാണ് നമ്മുടെ കൂടെ വരിക. അങ്ങനെ 2,10,000 വരുന്നു. വിത്ത് RTC റാങ്കിലേക്ക് എനിക്ക് എത്താൻ സാധിക്കുന്നു. പതിയെ ടീം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരാൻ തുടങ്ങി. കുറേ ആളുകൾ നമ്മളോടൊപ്പം ഈ ബിസിനസ് ഏറ്റെടുത്ത് പ്രവർത്തിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ എൻ്റെ അനുജത്തിന്റെ ഹസ്ബൻഡും നന്നായിട്ട് ഏറ്റെടുത്തു. അദ്ദേഹവും 2 വീലർ വാങ്ങിച്ചു, അതിനുശേഷം കാറ് വാങ്ങിച്ചു. അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ഒരുപക്ഷെ എന്നെ വിശ്വസിച്ചിട്ട് എൻ്റെ കൂടെ വന്നിരിക്കുന്ന എൻ്റെ അനുജത്തിയുടെ ഹസ്ബൻഡിന്റെ അക്കൗണ്ടിലേക്കും 2,10,000 എന്ന എമൗണ്ട് വാങ്ങിച്ചു കൊടുക്കാൻ നമ്മളൊരു നിമിത്തമായി എന്നുള്ളതാണ്. ഒരാളെ നമ്മൾ സ്നേഹത്തോടെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരേണ്ട, അവരുടെ വിജയം അത് നമ്മുടെയും കൂടി വിജയമാണെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളെ വിശ്വസിച്ചിട്ടാണ് അവർ നമ്മളോടൊപ്പം കടന്നു വരുന്നത്, ഏതൊരു വ്യക്തിയും. അപ്പൊ അവരുടെ വിജയത്തിന് വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അത് നമ്മൾ ചെയ്തു കൊടുക്കുക. അത് മാത്രം ഇവിടെ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. പിന്നെ എന്നെ വിശ്വസിച്ച് ഒരുപക്ഷെ എനിക്ക് സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡ് വന്നു അല്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്കും വേണ്ടേ 2,10,000. അങ്ങനെ അതിനു വേണ്ടിയും ഞങ്ങൾ പ്രവർത്തിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്കും 2,10,000 വാങ്ങിച്ചു കൊടുക്കാൻ ഞാനൊരു നിമിത്തമായി. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് 2,10,000 വാങ്ങിക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്കും 2,10,000 വരുമല്ലോ. അതാണ് ഈ ബിസിനസ്. അങ്ങനെയാണ് ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും അതേപോലെ തന്നെ എൻ്റെ കൂടെ വന്ന റീജിയണൽ ടീം കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ബിന്ദു മാഡത്തിനും സനേഷ് സാറിനും അങ്ങനെ 2 പേർക്കും കൂടെ 2,10,000 വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചു. എനിക്ക് എന്നല്ല, ഞാനൊരു നിമിത്തമായി, അത്രേ പറയാൻ പറ്റുള്ളൂ. കാരണം അവരൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് അവരുടെ കഴിവാണ്, അവരുടെ ടീമിന്റെ സ്ട്രെങ്ത് ആണ്, അവര് ആ ടീമിനെ ചേർത്ത് നിർത്തിയത് കൊണ്ടാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ, നമ്മുടെ കൂടെ ഒത്തിരി പേര് കടന്നു വരും, ഒരുപാട് പേര് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, ആ നേട്ടങ്ങൾ നമുക്ക് സ്വന്തമാണ് എന്നുള്ളതാണ്. നേട്ടങ്ങൾ ഒത്തിരി പേര് ചേർന്നിട്ട് നമ്മൾ അപ്ലൈൻ ലീഡേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും, നമ്മുടെ ടീം ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇവിടം വരെ എത്താൻ പറ്റുന്നത്. പക്ഷെ നേട്ടങ്ങൾ നേടുന്നത് മുഴുവൻ നമുക്ക് സ്വന്തമാണ്. ഇപ്പൊ CTC എന്ന് പറഞ്ഞ റാങ്ക് എനിക്ക് സ്വന്തമാണ്. പക്ഷെ CTC എന്ന റാങ്കിലേക്ക് എത്താൻ ഞാൻ മാത്രമല്ല ജോലി ചെയ്തത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നിങ്ങൾ ഓരോ റാങ്കും അല്ലെങ്കിൽ ഓരോ അക്കൗണ്ടിൽ വരുന്ന വരുമാനം നമ്മൾ ആർക്കും കൊടുക്കണ്ടല്ലോ, അത് നമുക്ക് സ്വന്തമല്ലേ. അപ്പൊ അതിനു വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ ബിസിനസ്സിൽ വിജയിച്ചു കഴിഞ്ഞാൽ കൂടെ വന്ന ഒരുപാട് പേര് വിജയിക്കും. ഒത്തിരി കഴിവുള്ള ആളുകൾ അതായത് നമ്മുടെ ഉള്ളിലെല്ലാം കഴിവുണ്ട് ഇല്ലേ, നമ്മുടെ ഉള്ളിൽ എല്ലാവർക്കും കഴിവുണ്ട്. പക്ഷെ സാഹചര്യം കൊണ്ട് എനിക്കൊന്നും പറ്റില്ല,
ഞാൻ ഇങ്ങനെയാണ് എന്നുള്ള ആ സിറ്റുവേഷൻ, ഒരുപക്ഷെ നമ്മൾ ജനിച്ചു വളർന്ന സിറ്റുവേഷനിലൂടെ നമ്മൾ അങ്ങനെ ഒതുങ്ങി പോകുന്നതാണ്. ഒരു ചെറിയൊരു അവസരം കൊടുത്തു നോക്കൂ. ഇപ്പം പലരും എന്റെ വളർച്ചയിൽ അല്ലെങ്കിൽ ലീഡേഴ്സ് ലെവലിലായാലും, സല്ലമ്മയുടെ നിങ്ങൾ ഭയങ്കര സംഭവമാണ്, അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡിനോട് നിങ്ങളുടെ വൈഫ് ഭയങ്കര ഇതാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് പറയാനുള്ളത്, എല്ലാവരുടെയും വീട്ടിൽ ഇതേപോലെയുള്ള വൈഫ് ഉണ്ട്, അമ്മയുണ്ട്, പെങ്ങളുണ്ട്. അവരൊരു പക്ഷെ അടുക്കളയിൽ ഇങ്ങനെ ജീവിതം ഹോമിക്കുന്നതായിരിക്കാം. അവരുടെ ഉള്ളിൽ ഒരുപാട് കഴിവുണ്ടാവും. അങ്ങനെയുള്ള കഴിവുള്ള ആളുകളെ നിങ്ങൾ കണ്ടെത്തൂ. അവർക്ക് ഒരുപാട് കഴിവുണ്ടാവും. അപ്പൊ അവരെ നിങ്ങൾ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരൂ. നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറം ആയിരിക്കും. നമ്മളെ കൂടെ ഒരുപക്ഷെ ചെറിയൊരു അമ്മൂമ്മയായിരിക്കാം കടന്നു വരുന്നത്. അവർ 60-70 വയസ്സ് കഴിഞ്ഞിട്ടായിരിക്കാം കടന്നു വരുന്നത്. അവരെ ചേർത്ത് നിർത്തൂ. അവർക്ക് ആഗ്രഹം ഉണ്ടാവും, അവർക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവും. അവരുടെ നല്ല പ്രായത്തിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം രക്ഷപ്പെടുവോ എന്നുള്ളൊരു ചിന്തയോടുകൂടി ആശങ്കയോടുകൂടി വരുന്നവരുണ്ടാവാം. അവരെ ചേർത്ത് നിർത്തൂ. അവരിലൂടെ ഒത്തിരി ബന്ധങ്ങൾ, ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ വലിയ ലീഡർഷിപ്പിലേക്കൊന്നും അവരെ എത്തിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും അവരിലൂടെ ഒത്തിരി ബന്ധങ്ങൾ നമുക്ക് കിട്ടും. അവർ ചിലപ്പോൾ റീറ്റെയിൽ ചെയ്ത് ജീവിക്കുന്ന ആളുകളായിരിക്കാം. അവരെയും സ്നേഹിക്കൂ, എല്ലാവരെയും സ്നേഹിക്കൂ. ഇവിടെ ഈ ബിസിനസ് അങ്ങനെയാണ്. സ്നേഹത്തോടു കൂടി ചേർത്ത് നിർത്തിയാൽ അവരെയും വിജയിപ്പിക്കാൻ നമുക്കും വിജയിക്കാം. അങ്ങനെയുള്ള ഒരു ബിസിനസ്സിലാണ് അറിഞ്ഞോ അറിയാതെയോ ഞാനോ നിങ്ങളോ എത്തിയിരിക്കുന്നത്. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഈ ബിസിനസ്സിനെ നന്നായിട്ട് മനസ്സിലാക്കൂ. ഇന്നത്തതല്ല ഈ ബിസിനസ്. വരുന്ന 5 വർഷം 2030 ആവുമ്പോഴേക്കും നിങ്ങൾ എവിടെ എത്തും എന്നുള്ളത് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പോഴത്തെ സാഹചര്യം ഒന്നും നിങ്ങൾ നോക്കേണ്ട. ഒരുപക്ഷെ നിങ്ങൾക്ക് ടീം ഉണ്ടാവില്ല, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ, ചിലപ്പം പണം ഇല്ല, പ്രൊഡക്റ്റ് എടുക്കാം, പർച്ചേസ് ചെയ്യാൻ പൈസ ഇല്ല എന്നൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടാവാം. ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനും ഈ ബിസിനസ് ചെയ്തത്. ഇത് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ കയ്യില് നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളും ഒക്കെ പൂർത്തീകരിക്കാൻ പറ്റുന്ന ക്യാഷ് കാര്യങ്ങളൊക്കെ സിറ്റുവേഷനൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ് ചെയ്യുവോ? ഇല്ലല്ലോ. പണം ഇല്ലാത്തത് കൊണ്ടല്ലേ നമ്മൾ ഇത് ചെയ്യേണ്ടത്. എന്നോട് പല ആളുകളും പറയുന്നു, ടീമും പറയുന്നു, സല്ലമ്മയുടെ ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്നില്ല, അവർ പണമില്ല എന്ന് പറയുന്നു. പണം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. പണം ഉണ്ടെങ്കിൽ ആരും ചെയ്യില്ല, ഞാനും ചെയ്യൂല. എന്റെ ആഗ്രഹങ്ങളും എന്റെ സ്വപ്നങ്ങളും ഒക്കെ പൂർത്തീകരിക്കാൻ എന്റെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ എന്റെ ഫാമിലിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ബിസിനസ് ചെയ്യാൻ തയ്യാറാവില്ലല്ലോ. നമ്മൾ ആരാ അങ്ങനെ ചെയ്യുക? നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ പണം ഉണ്ടെങ്കിൽ. പണം ഇല്ലാത്തത് കൊണ്ട് ഈ ബിസിനസ് ചെയ്യണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത്. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ചുറ്റുവട്ടം ഒത്തിരി പേര് ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കാം. ഈ ഒരു ബിസിനസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഇത്തിരി പണിയുണ്ട്. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ആദ്യം നമ്മൾ കോൺഫിഡൻസോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതിനെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് കോൺഫിഡൻസോടുകൂടി മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ഈ ബിസിനസിന്റെ കമ്പനിയെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പ്രോഡക്റ്റിനെ കുറിച്ച് അതിന്റെ ആധികാരികമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഒന്നും അറിയാൻ ഉണ്ടായിരുന്നില്ല. എനിക്കൊരു ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യാൻ പോലും എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് പേടിയായിരുന്നു. എന്റെ കയ്യിൽ ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടായിരുന്നില്ല. ചെറിയൊരു ഫോൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹസ്ബൻഡ് ഉപേക്ഷിച്ച ഫോണായിരുന്നു ഒരു തവണ എനിക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ എന്നിട്ട് പോലും അതൊന്ന് നെറ്റ് ഓൺ ആക്കുമ്പം എന്റെ ഫോട്ടോയോ അല്ലെങ്കിൽ ഇത് നോക്കുമ്പോൾ എന്റെ ഫോട്ടോ ഒക്കെ എവിടെയൊക്കെയോ എത്തിപ്പോവും എന്ന് ചിന്തിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അത്രയും അറിവില്ലായിരുന്നു. പക്ഷെ ഇന്ന് എന്റെ കയ്യിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഫോൺ S23 അൾട്രയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ലാപ്ടോപ്പ് കൈകാര്യം ചെയ്യാൻ ഞാൻ പഠിച്ചു, സ്ലൈഡ് ഉണ്ടാക്കാൻ ഞാൻ പഠിച്ചു, FSS ഞാൻ എടുക്കുന്നു, വലിയ ഭംഗിയായിട്ട് എടുക്കുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് എന്റേതായ രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. എല്ലാവർക്കും അവരവരുടേതായ രീതിയുണ്ട്. അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് സ്റ്റേജിൽ സംസാരിക്കാൻ പേടിയായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ TC ആയിട്ടും ATC ആയിട്ടൊക്കെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പം ടെൻഷൻ അടിച്ച് പേടിച്ച് വിറച്ച് മുട്ട് വിറച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. ആ സമയത്ത് ലീഡേഴ്സ് മൈക്ക് തരുമ്പോൾ പേടിയോട്, പക്ഷെ എനിക്ക് ഇഷ്ടമാണ് സ്റ്റേജിൽ കയറണം, സംസാരിക്കണം, ആളുകളോടൊക്കെ സംസാരിക്കുന്നതിന് വലിയ ആഗ്രഹമാണ്. പക്ഷെ പറയാൻ പേടിയായിരുന്നു. പക്ഷെ ട്രെയിനിങ്ങിലൂടെ വർക്ക്ഷോപ്പിലൂടെ എന്നെ മാറ്റിക്കൊണ്ടുവന്നു. ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ. പിന്നെ എനിക്ക് കോൺഫിഡൻസ് ഇല്ലായ്മയായിരുന്നു. കാരണം എന്ത് സംസാരിച്ചാലും എനിക്ക് ടെൻഷനായിരുന്നു. ഞാൻ സാറിനോട് പോവാ, സാറേ ഞാൻ പറയുന്നത് ശരിയാവുന്നില്ല, എന്റെ എക്സ്പീരിയൻസ് ശരിയാവുന്നില്ല, ഞാൻ എല്ലാവരും പറയുന്ന പോലെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം എന്റെ ആ കാറ്റഗറി ഒരു ടീം കോർഡിനേറ്റർ എന്ന ലെവലിൽ നിൽക്കുമ്പോൾ എഞ്ചിനീയർ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും, പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും TC ആയിട്ടുണ്ടാവും. അവർക്കൊക്കെ മൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് സംസാരിക്കും. പക്ഷെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. കാരണം ലേഡീസ് എന്ന് പറയുമ്പോൾ കുറവായിരിക്കും. അപ്പൊ എനിക്ക് മൈക്ക് തരുമ്പോൾ ടെൻഷൻ അടിച്ച് പേടിച്ച് പറിച്ച് എനിക്കൊന്നും പറയാൻ പറ്റില്ല. അതെനിക്ക് വല്ലാതൊരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. ആളുകൾ എന്ത് വിചാരിക്കും എന്നെ കുറിച്ച് എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്.
പക്ഷെ എന്നോട് ലീഡേഴ്സ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, മേഡം എന്തിനാണ് നമ്മളൊക്കെ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നത്? മേഡത്തിൻ്റെതായ അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ, മേഡം എന്താണ് എന്നുള്ളത് പറഞ്ഞാൽ മതി, മേഡം എങ്ങനെയാണ് ഈ ബിസിനസ്സിൽ വന്നതെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞങ്ങൾ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മേഡത്തിന് ടെൻഷൻ വരുന്നത്. അത് സത്യമായിരുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ എന്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയല്ലോ, ഞാൻ പുതിയതായിട്ട് ഉണ്ടാക്കിയെടുത്തൊന്നും പറയണ്ടല്ലോ. ഇപ്പോഴും ഞാൻ പറയുന്നത് എന്റെ കാര്യം മാത്രമാണല്ലോ, അതുകൊണ്ടാണല്ലോ കോൺഫിഡൻസ് ആയിട്ട് പറയുന്നത്. നമുക്ക് വേറെ എവിടെയെങ്കിലും നമ്മൾ വേറെ എന്തെങ്കിലും ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മളിങ്ങനെ തെറ്റിപ്പോവോ എന്നൊക്കെ പറയേണ്ടി വരും. ഇത് നമുക്ക് ഓർമ്മയിലെടുത്ത് പറയാൻ പറ്റും. നമ്മൾ വന്ന വഴിയല്ലേ ഇവിടെ പറയേണ്ടതുള്ളൂ. നമ്മുടെ വന്ന വഴി പറയുമ്പോൾ പല ആളുകൾക്ക് അത് പ്രചോദനമാവുന്നുണ്ട്. അതല്ലേ ഏറ്റവും വലിയ കാര്യം. മറ്റേത് മേഖലയിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ നമുക്ക് പറ്റുക? പിന്നെ എന്നിട്ടും എനിക്ക് ഓരോ റാങ്കിലേക്ക് എത്തുമ്പോഴും എനിക്ക് എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ലീഡേഴ്സിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പം നമ്മുടെ ഇന്നത്തെ ഗ്ലോബൽ ടീം കോർഡിനേറ്റർ ശ്രീജിത്ത് സാറ്, അദ്ദേഹമാണ് ഒരുപക്ഷെ ആ സ്റ്റാർട്ടിങ് സമയത്ത് ഞങ്ങളെ ഒരുപക്ഷെ പല തവണ വിട്ടുപോകുന്ന സിറ്റുവേഷൻ വന്നിട്ടും ചേർത്ത് നിർത്തിയത് അദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ട്രെയിനിങ്ങിന്റെ സമയത്ത് ഞാൻ പറഞ്ഞു, ഒരു തവണ ഇതേപോലെ തന്നെ എക്സ്പീരിയൻസ് പറയാൻ പറ്റി. പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. ഞാൻ പറയുന്നുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്, പക്ഷെ എനിക്ക് ടെൻഷനായിരുന്നു. അപ്പൊ സാറിനോട് ഞാൻ പറഞ്ഞു, സാറേ ഞാൻ എക്സ്പീരിയൻസ് പറഞ്ഞ ശരിയായിട്ടില്ല, എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പൊ സാറ് ഒരു സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തിനോട് പറയുന്നത്. അപ്പൊ തിരിഞ്ഞു നോക്കി ഒരു ചെറിയൊരു പുഞ്ചിരിയോട് കൂടി എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ അതിനെ കുറിച്ചിട്ടൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. പിന്നെ അക്കൗണ്ടിലേക്ക് പണം വരുമ്പം ഏത് പൊട്ടന്മാരും അങ്ങ് സംസാരിച്ചോളൂ എന്നാണ് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞത്. സത്യമല്ലേ പറയുന്നത്? ഇന്നിപ്പോ ഞാൻ കോൺഫിഡന്റ് ആയിട്ട് പറയുന്നുണ്ട്, എന്റെ അക്കൗണ്ടിലേക്ക് പണം വരുന്നതിന്റെ പവറാണ്, അത് മാത്രമാണ്. അപ്പം നമ്മൾ എല്ലാവരും കോൺഫിഡന്റോടുകൂടി പറയാൻ പറ്റും. കാരണം എല്ലാവർക്കും ഇത് നേടിയെടുക്കാൻ പറ്റും. ഇവിടെ കച്ചവടമാണ് നടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വ്യവസായം എന്ന് പറയുന്നത് എന്താണ്? കച്ചവടമല്ലേ? അതിലല്ലേ നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പൊ അതിനെ കൃത്യമായി മനസ്സിലാക്കി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത് ലീഡേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കി ഇനി ചെയ്താൽ മതി. വേറെ ഒന്നും ചെയ്യണ്ട. പുതിയതായിട്ട് നമ്മൾ ഒന്നും ഇവിടെ കൊണ്ടുവരണ്ട. ലീഡേഴ്സ് പച്ച പരവതാനി വിരിച്ച് തന്നിട്ടുണ്ട് നമുക്ക്. ലീഡേഴ്സ് ആയാലും ഗവൺമെന്റ് ആയാലും കമ്പനി ആയാലും ഇനി ഇതാ ഒത്തിരി ഒത്തിരി പ്രോഡക്റ്റുകൾ ഇറങ്ങാൻ പോവുകയാണ്. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. കാരണം വലിയ വലിയ ലീഡേഴ്സിന്റെ ട്രെയിനിങ്ങുകളും പ്രോഗ്രാമുകളും ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ എല്ലാവരും അല്ലെ? നമ്മുടെ ബെൽനി സാറിന്റെ ടീമല്ലേ സാറേ? അല്ലേ? ബെൽനി സാറിന്റെ ടീമാണ്. നമ്മളൊക്കെ എപ്പോഴും എന്താ പറയേണ്ടത്, അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ കാതോർത്തിരിക്കുന്ന ആളുകളാണ്. ഇപ്പൊ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. മൈ ലൈഫ് സ്റ്റൈലിൽ തന്നെ ഒത്തിരി ഒത്തിരി അച്ചീവേഴ്സ് ഉണ്ടല്ലോ. മോട്ടിവേറ്റേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. അവരൊക്കെ അനുഭവങ്ങൾ പറയുന്നു. അപ്പം ഇതിൽ വേറൊന്നും നമുക്ക് ആവശ്യമില്ല. നിങ്ങൾ കൃത്യമായി പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക. ഒരു മനുഷ്യ ശരീരത്തിൽ ആത്മാവിന്റെ സ്ഥാനം എന്താണോ അതാണ് പ്രോഗ്രാം. അപ്പൊ ഈ ഒരു ബിസിനസ്സിൽ പ്രോഗ്രാം അത്രക്ക് പ്രാധാന്യമുണ്ട്. നമ്മൾ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ പ്രോഗ്രാം ഒന്നും അറ്റൻഡ് ചെയ്യാതിരിക്കുമ്പോൾ, ഇത് ഞാനാണെങ്കിൽ പോലും നമുക്ക് മോട്ടിവേഷൻ സ്റ്റേജ് കുറച്ച് കുറയും. നമുക്ക് വീട്ടിലിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവാം, അവിടെ ഷൈ ആയിട്ടിരിക്കും, മോട്ടിവേഷൻ ആവില്ല. നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഈ ബിസിനസ്സിൽ വിജയിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കൂടെ വന്ന ആളുകളെയും കൂടി പ്രചോദനമാകുന്ന രീതിയിലേക്ക് നമുക്ക് മാറണം. വേണ്ടേ? വ്യത്യസ്തരായിരിക്കാൻ ശ്രമിക്കുക. കോമ്പറ്റീഷനാണ് നമ്മുടെ ചുറ്റുവട്ടവും. ഇപ്പൊ നമ്മുടേതായ എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പൊ ഒത്തിരി പേര് ഈ ഒരു മേഖലയിലേക്ക് കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തതകൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് പെട്ടെന്ന് അച്ചീവ്മെന്റ് ഉണ്ടാക്കി നേട്ടങ്ങൾ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുക. 2 വീലർ ആയാലും കാർ ആയാലും നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓടിക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടാവണം. ഓടിക്കണം. അത് വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ല. മറ്റൊരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്, ഇപ്പം ടിയാഗോ കാർ എടുത്തു, ഹസ്ബൻഡ് 2,10,000 വാങ്ങിച്ചു. അപ്പൊ ടീം വലുതായില്ലേ? എന്നും ഒരുമിച്ച് പോകാൻ പറ്റുമോ? ലീഡേഴ്സും പറയാൻ തുടങ്ങി, സൻല മേഡം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയാൽ ശരിയാവില്ല, ടീം വലുതായി. അപ്പോ പതിയെ പതിയെ രണ്ടുപേരും സെപ്പറേറ്റ് ആവണം. ടീമിലേക്കുള്ള വർക്കുകൾ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ആ ലെവലിലേക്ക് വന്നു. അപ്പൊ എന്താണ്, ഒരു കാറും കൂടെ വേണം. കാരണം ഞാൻ ടൂ വീലറിൽ പോകുമ്പോൾ അദ്ദേഹം കാറിൽ പോകണം, ഞാൻ കാർ എടുക്കുമ്പോൾ പുള്ളിക്ക് 2 വീലർ പോകേണ്ടി വരും. അതെന്നെ സംബന്ധിച്ച് വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പതിയെ പതിയെ അദ്ദേഹം ഒരു 10.5 ലക്ഷം രൂപ വില വരുന്ന ഒരു i20 കാർ അദ്ദേഹം സ്വന്താക്കി. അപ്പൊ എന്താണ്, നമ്മുടെ ബിസിനസ് കുറച്ചും കൂടെ വലുതായി, ആളുകൾക്ക് വിശ്വാസം കുറച്ചുകൂടെ കൂടി വന്നു. ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. റെഡി ക്യാഷ് കൊടുത്തിട്ടൊന്നുമല്ല, എല്ലാം EMI വഴി തന്നെയാണ് നമ്മൾ വണ്ടി എടുക്കുന്നത്. പക്ഷേ അതിലുള്ള ഓരോ വരുമാനവും ഓരോ EMI-യും അടയ്ക്കുന്നത് മൈ ലൈഫ് സ്റ്റൈലിൽ കൂടി കിട്ടുന്ന വരുമാനം ഒന്നുകൊണ്ട് മാത്രമാണ്.
ഫുൾ ടൈം ആയിട്ട് ഈ ബിസിനസ് ഏറ്റെടുത്തതിന് ശേഷം വേറെ ഒരു ബിസിനസിനെ കുറിച്ചോ ഒരു വരുമാനത്തെ കുറിച്ചോ നമ്മൾ ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ഒരുപക്ഷെ എൻ്റെ വിജയം അല്ലെങ്കിൽ നമ്മുടെ വിജയം എന്ന് ഞാൻ ചിന്തിക്കുന്നത്. നമ്മൾ ഏതിലാണോ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് അത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കൂ, അതിൽ പഠിക്കാൻ ശ്രമിക്കൂ. അപ്പൊ അങ്ങനെ ഹസ്ബൻഡും ഞാനും, പിന്നെ ഹസ്ബൻഡ് ആ വണ്ടി എടുക്കുന്ന ആ ദിവസം മുതൽ ടിയാവോ എന്ന കാറ് ഞാൻ സ്വന്തമായിട്ട് ഓടിക്കാൻ തുടങ്ങി. അന്ന് മുതൽ ഓടിക്കുകയാണ്. പതിയെ പതിയെ സ്റ്റാർട്ടിങ്ങിൽ എടുത്ത വണ്ടിയാണ്. ചെറിയ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി തുടങ്ങി. അപ്പം വണ്ടിയൊക്കെ മെല്ലെ മാറ്റണം എന്നൊക്കെ ഉള്ളൊരു ചിന്ത വന്നു. അങ്ങനെ ആ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ആ ചിന്ത വന്ന സമയത്ത് ഒരുപക്ഷെ വണ്ടിയൊക്കെ മാറ്റണം. കബീർ സാറാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ഞങ്ങളിലേക്ക് എത്തിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു തവണ എന്തിനോ പോയ സമയത്താണ് അദ്ദേഹം പറഞ്ഞല്ലേ, നിന്റെ വണ്ടിയൊക്കെ ഒച്ചയും ബഹളമൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ, വണ്ടിയൊക്കെ മാറ്റാനായല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ 2 വണ്ടി ഇപ്പോഴേ ഇല്ലേ വീട്ടില്, ഇപ്പൊ ഇത് മാറ്റേണ്ട ആവശ്യമുണ്ടോ? സനലെ അതെല്ലാം ശരിയാവും എന്ന് പറഞ്ഞു. ഫുൾ കോൺഫിഡൻസ് ആണ് അദ്ദേഹം തരിക എപ്പോഴും. അപ്പം പിന്നീട് ഒരു തവണ ഞങ്ങൾ കോഴിക്കോട് വന്നു. അതായത് ഞാനും കബീർ സാറും ഗോകുൽ സാറും പ്രവിത ടീച്ചറും അങ്ങനെ ഞങ്ങളുടെ ഒരു ടീം കോഴിക്കോട് വന്നു. ഒരു പ്രോഗ്രാമിന് ഹോള് നോക്കാൻ വേണ്ടിയാണ് വരുന്നത്. അതിന്റെ ഇടയിൽ കബീർ സാറിനും ഗോകുൽ സാറിനും വണ്ടി നോക്കണം, പുതിയ വണ്ടി നോക്കണം എന്നുള്ള ഒരു ചിന്തയോട് കൂടിയാണ് വരുന്നത്. ഞങ്ങൾ അടിച്ചു പൊളിച്ച് വരുന്ന സമയത്ത് പല വണ്ടി ഷോറൂമുകളിലും കയറി, ബെൻസിലും BMW ഒക്കെ കയറി അവരൊക്കെ ടെസ്റ്റ് ഡ്രൈവ് എടുത്തു. ഞാൻ ഈ ടിയാഗോ ഓടിച്ചിട്ടുള്ള ശീലം മാത്രമേ ഉള്ളൂ. i20 കാർ, ഹസ്ബൻഡിന്റെ കാർ പോലും ഞാൻ എടുക്കില്ല. കാരണം അത് കുറച്ച് വലിയ വണ്ടിയാണ്. അതെനിക്ക് ഓടിക്കാൻ എന്തേലും തട്ടോ മുട്ടോ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ ഓടിക്കാറില്ല. അതൊരു പേടിയായിരുന്നു. അങ്ങനെയുള്ള എന്നെ സംബന്ധിച്ച് വണ്ടി ഇവരൊക്കെ ടെസ്റ്റ് ഡ്രൈവ് എടുക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കും. എല്ലാ വണ്ടിയിലും കയറി. അങ്ങനെ MGയിൽ പോയി. MGയിൽ പോയ സമയത്ത് ഗോകുൽ സാർ ടെസ്റ്റ് ഡ്രൈവ് എടുത്തു. അപ്പം ഞങ്ങളും ആ വണ്ടി കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു. വണ്ടിയൊക്കെ ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം അദ്ദേഹം ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് കോഴിക്കോടിന്റെ നഗരത്തിലൂടെ പോയി. അവിടുന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഗോകുൽ സാർ എന്നോട് പറഞ്ഞു, അല്ല മാഡം നിങ്ങൾ ഈ വണ്ടി എടുത്തു നോക്ക്. ഞാൻ പറഞ്ഞു, അയ്യോ ഇത്രയും വലിയ വണ്ടിയോ? ആന വണ്ടി എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം അത്രയും വലിയ വണ്ടി അത് എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ ടിയാഗോ മാത്രം ഓടിച്ച ശീലേ ഉള്ളൂ. സാറേ എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു, നിങ്ങൾക്ക് പറ്റും, ബാക്കി കാര്യങ്ങളെല്ലാം ഇവരിരുന്നിട്ട് പറഞ്ഞു തന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ പുഷിങ്ങില് നമുക്കറിയാലോ, ആരെങ്കിലും ചെറിയ രീതിയിൽ നമ്മളെ ഒന്ന് പുഷ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ആ കഴിവ് വരും. അപ്പൊ അങ്ങനെ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ചുമ്മാ ഒന്ന് അവിടെ കയറിയിരുന്നു. കയറിയിരുന്നപ്പോഴല്ലേ അറിഞ്ഞത് അത് ഫുൾ ഓട്ടോമാറ്റിക് വണ്ടിയായിരുന്നു. നമുക്കൊന്നും ചെയ്യാനില്ല. കാരണം ഗിയർ മാറ്റോ ഒന്നും വേണ്ട, അവിടെ ഇരുന്നാൽ മതി, എക്സലേറ്റർ കൊടുത്താൽ മതി, വണ്ടിയുടെ സൈഡ് മാത്രമേ നോക്കണ്ടുള്ളൂ. സ്മൂത്ത് ആയിട്ട് വണ്ടി പോയി. അത് പുള്ളിക്കാരൻ ബേക്കിന്ന് ഷൂട്ടും ചെയ്തു. ഗോകുൽ സാർ എൻ്റെ അപ്ലൈൻ ലീഡർ ആണ്. ഇന്ന് ITC റാങ്കിൽ ഇരിക്കുന്ന അദ്ദേഹമാണ് ആ ഒരു പുഷിങ് എനിക്ക് തന്നത്. അപ്പൊ തീർച്ചയായും പിന്നീട് ആ വീഡിയോ ശരിക്കും നല്ല രീതിയിൽ വൈറലായി എന്ന് തന്നെ പറയാം. നമ്മുടെ ഗ്രൂപ്പിലെല്ലാം ഇട്ടു. പക്ഷെ അന്ന് മനസ്സിന്റെ ഉള്ളിലേക്ക് ആ സംഭവം, ഇത്രയും വലിയ വണ്ടി ഇതൊക്കെ എനിക്ക് എടുക്കാൻ പറ്റുമോ? കാരണം അതൊന്നും എടുക്കാനുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരുന്നില്ല. എപ്പോഴായാലും ഇനി എടുക്കുമ്പോൾ ഈ വണ്ടി ഞാൻ എടുക്കും എന്നുള്ള ഒരു ചിന്തയോടുകൂടി ആ വണ്ടിയുടെ മുമ്പിൽ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് അത് സൂക്ഷിച്ചു വെച്ചു. പിന്നെ ഡെയിലി അത് നോക്കലായി. അങ്ങനെ പതിയെ 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 ഞാൻ പോലും അറിയാതെ ആ വണ്ടി എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ്. തീർച്ചയായും അത് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അതെങ്ങനെയെങ്കിലും സ്വന്തമാക്കണം. അതിന്റെ ഡൗൺ പേയ്മെന്റ് എത്രയാണ്, അതിന് EMI എത്രയാണ്, അതേപോലെ തന്നെ എനിക്ക് വേണം എന്ന് കരുതി ഒരുപക്ഷെ ഞാൻ ഹസ്ബൻഡിനെ പോലും കൂട്ടാതെ, അദ്ദേഹം എല്ലാത്തിനും എനിക്ക് സപ്പോർട്ടാണ്. പക്ഷെ ഈ വണ്ടി എനിക്ക് സ്വന്തമാക്കണം എന്നുള്ളൊരു ചിന്തയും ഉണ്ട്. മാത്രമല്ല അതൊരു വലിയ വണ്ടിയാണ്. പിന്നെ ചിലപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇത് നമുക്ക് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും വിഷമാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനോട് പറയാതെ ഞാൻ ഗോകുൽ സാറിനെയും കൂട്ടിയിട്ട് കണ്ണൂര് ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് പോയി. ഈ വണ്ടി ചെക്ക് ചെയ്യാൻ പോയി. കാരണം ഗോകുൽ സാറാണ് ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. പുള്ളിക്ക് വണ്ടി വേറെ തന്നെ ഒരു ക്രേസ് ആണ്. ചെറിയ പ്രായമുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് വണ്ടിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുന്നത്. ഒരു എഞ്ചിനീയർ ആയിരുന്നു. അപ്പൊ അദ്ദേഹം കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. സലാമേടെ നിങ്ങൾ 7 സീറ്റുള്ള ഈ വണ്ടി തന്നെ എടുത്തോ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പറഞ്ഞു തന്നു. അതിന്റെ ഭാഗമായിട്ട് വീട്ടിൽ വന്നു. ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പിന്നെ എല്ലാത്തിനും സപ്പോർട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് പോയിട്ട് ബുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് ഒരു MG ഹെക്ടർ പോയിട്ട് ബുക്ക് ചെയ്യാണ്. 7 സീറ്റുള്ള വണ്ടി. 28 ലക്ഷം രൂപയാണ് അതിന്റെ വില വന്നത്. അപ്പൊ തീർച്ചയായും അത് എൻ്റെ കൈകളിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ്. അതൊരു സ്വപ്ന സാക്ഷാത്കാരം എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം അതുവരെയുള്ളത് ലീഡേഴ്സിന്റെ ആ ഒരു പ്രഷറോട് വന്നതാണെങ്കിൽ ഈ ഒരു വണ്ടി എൻ്റെ കയ്യിലേക്ക്, എൻ്റെ സ്വപ്നമായിട്ട് എൻ്റെ കയ്യിലേക്ക് കടന്നു വന്നു. ഇന്ന് അഭിമാനത്തോടു കൂടി
ഇന്ന് ആ വണ്ടിയിലാണ് 28 ലക്ഷം രൂപ വില വരുന്ന MG ഹെക്ടർ ഫുൾ ഓപ്ഷൻ കാറിലാണ് ഇന്ന് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്. ഇത്രയും ഇവിടം വരെ ഞാൻ എത്തി നിൽക്കുകയാണ്. ഇന്ന് കമ്പനിയുടെ CTC എന്ന് പറഞ്ഞ റാങ്കിലേക്ക് ഒരു സാധാരണക്കാരിയായിട്ട് എനിക്ക് ഇവിടം വരെ എത്തി നിൽക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പല ആളുകളും വണ്ടി എടുത്തിട്ട് ഹസ്ബൻഡ് ഓടിക്കും, അല്ലെങ്കിൽ അയ്യോ ഇതെനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ എണ്ണ അടിക്കണ്ടേ, ചെലവല്ലേ എന്ന് ചിന്തിച്ച് നമ്മൾ മൈൻഡിനെ ചുരുക്കുകയാണ് ചെയ്യുന്നത്. അതല്ല നമ്മൾ വേണ്ടത്. നമ്മൾ ഏതായാലും ഈ ബിസിനസ്സിന് വേണ്ടിയല്ലേ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അത് എല്ലാവരും കാണട്ടെ. ഈ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് അഭിമാനമാണ്. കാരണം എന്താണ്, കുറെ ആളുകൾ നമ്മളെ കളിയാക്കിയിട്ടില്ലേ, അവരുടെ മുമ്പില് ഗമയോടുകൂടി പോകാൻ പറ്റുന്നത് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. കളിയാക്കിയവരുണ്ട്. ഇപ്പൊ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാം, എന്റെ പഞ്ചായത്തില് ആ വണ്ടി എടുക്കുന്ന ആരും ഇല്ല. ഇനി ഒരുപക്ഷെ ഭർത്താവിന്റെ വണ്ടി ഭാര്യ എടുക്കുന്നുണ്ടാവാം. പക്ഷെ സ്വന്തം കയ്യിലുള്ള പണം കൊണ്ട്, സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് വണ്ടി വാങ്ങിച്ച ഒരു ലേഡിയും നമ്മുടെ പഞ്ചായത്തിലില്ല. ഇനി കൂത്തുപറമ്പിലുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. കണ്ണൂരിലായാലും ചിലപ്പോൾ ചുരുക്കമായിരിക്കാം. അത് അഭിമാനം തന്നെയാണ്. അതും മൈ ലൈഫ് സ്റ്റൈലിലൂടെ വരുമാനം കിട്ടിയ വരുമാനത്തിലൂടെ ഓടിച്ചു പോകുമ്പോൾ അത് പ്രത്യേക എനർജിയാണ്. ആ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഫുള്ളി കോൺഫിഡൻസ് ആണ്. എനിക്ക് എന്താണെന്നറിയില്ല, ഒരു രക്ഷിതാവിന്റെ കൂടെ നിൽക്കുന്ന ഒരു ഫീലാണ്. മറ്റു വണ്ടി പോലെയല്ല. എനിക്ക് അത്രമാത്രം കംഫർട്ടാണ് ആ വണ്ടി. അത്രയും ഞാൻ ആ വണ്ടിയെ ഇഷ്ടപ്പെടുന്നു. എന്താ പറയുന്നത്, അത്രമാത്രം എൻ്റെ ഉള്ളിലേക്ക് അത് ഉണ്ട് എന്നുള്ളതാണ്. എല്ലാ ദിവസവും ആ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ വേറെ തന്നെ ഒരു കോൺഫിഡൻസ് ആണ്. അത് നമ്മളെ സ്വന്തമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം, ഞാൻ ചെറിയ രീതിയിൽ മഞ്ജു വാര്യരെ റോൾ മോഡലായിട്ട് കാണുന്ന ഒരാളാണ്. അവർ ചെയ്യുന്ന പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷെ അത് എങ്കിൽ പോലും ഞാൻ റോൾ മോഡലായിട്ട് കാണുന്ന ഒരാളാണ്. അവരുടെ കയ്യിൽ ഒരു തവണ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഞാൻ കണ്ടു, റേഞ്ച് റോവർ കണ്ടിട്ടുണ്ടായിരുന്നു. എന്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് എനിക്കൊരു റേഞ്ച് റോവർ സ്വന്തമാക്കണം എന്നുള്ളതാണ്. ഇത് വലിയ ആഗ്രഹമാണ്.